ഷലോം, നെറീന ഫ്രാൻസിസ് യെരുശലേമിൽ നിന്നും. എൻ്റെ പ്രിയ സഹോദരങ്ങൾ, ഈ സ്ഥലം നിങ്ങൾക്ക് സുപരിചിതമല്ലേ? ഈ സ്ഥലം ഞാൻ കുറേയൊക്കെ ലൈവ് വന്ന് നിങ്ങൾക്ക് കാണിച്ചിട്ടുള്ള സ്ഥലമാണ്. നിങ്ങൾക്കറിയാം, ഇത് നമ്മുടെ ആബയുടെ വീടിനടുത്തുള്ള പ്ലേസ് ആണ്. വിലാവ് മതിലിൽ കൊണ്ടുപോയി എനിക്ക് ലൈവ് ചെയ്യാൻ പറ്റില്ല, കാരണം ഇന്ന് റോഷ ശനിയാണ്, ശബാത്ത് പോലെയാണ്. അതുകൊണ്ട് യഹൂദന്മാരൊന്നും തന്നെ ഫോണുകൾ യൂസ് ചെയ്യത്തില്ല. വിലാവ് മതിലിലേക്ക് കൊണ്ടുപോകാൻ അലൗഡും അല്ല. ഫോൺ കൊണ്ടുപോകാം, പക്ഷെ നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെ ഒരു ബുദ്ധിമുട്ട് ഉള്ളത് കൊണ്ട് ഞാൻ ഈ പ്രദേശത്ത് നിന്ന് തന്നെ സംസാരിക്കാം. ഇന്ന് റോഷശനയാണ്, രണ്ടാം ദിവസത്തിലേക്ക് കടക്കുകയാണ് റോഷശനയുടെ. ഈ കാണുന്ന ഈ മതിൽ കണ്ടോ, ഈ വീതിയുള്ള ഇത് പണ്ട് ഷിയാ പ്രവചനത്തിൽ ഇതിനെക്കുറിച്ച് രേഖപ്പെടുത്തിയിട്ടുണ്ട്. വീതിയുള്ള മതിൽ പണിയേണ്ടതിന് വേണ്ടിയിട്ട്, 7 മീറ്റർ വീതിയുള്ള മതിൽ പണിയേണ്ടതിന് വേണ്ടിയിട്ട് അവിടെ ഉണ്ടായിരുന്ന ഭവനങ്ങളെല്ലാം എന്ത് ചെയ്തു, മാറ്റി കൊടുക്കാനായിട്ട് പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് നമുക്ക് കാണാൻ പറ്റും. അതിൻ്റെ ഒരു ചരിത്രമാണ് ഈ കാണുന്നത്. യെരുശലേമിലുള്ള വീതിയുള്ള മതിലാണിത്. ഈ മതിൽ അതായത് 3500 വർഷം പഴക്കമുള്ളതാണ് എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ഓൾറെഡി ഞാൻ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ദൈവവചനത്തിൽ അതിനെക്കുറിച്ച് വായിക്കാൻ പറ്റും. അത് എഴുതിയിരിക്കുന്നത് യെശയ്യാ പ്രവചനം 22-ാം അധ്യായം അതിൻ്റെ 10-ാം വാക്യത്തിലാണ് ഇതിനെക്കുറിച്ച് രേഖപ്പെടുത്തിയിരിക്കുന്നത്. 7 മീറ്ററാണ് ഈ മതിലിൻ്റെ വീതി എന്ന് പറയുന്നത് തന്നെ. അതിൻ്റെ അവശിഷ്ടമാണ്. ഇതിൻ്റെ അവശിഷ്ടത്തിൻ്റെ ബാക്കി നിങ്ങൾക്ക് അപ്പുറത്തെ സൈഡ് കാണാൻ പറ്റും. അപ്പോൾ നമ്മുടെ യെരുശലേമും റോവയും ഒക്കെ ആയിട്ട് ഇന്ന് റോഷശനയുടെ ഭാഗമായിട്ട്, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ റോഷശനയ്ക്കും ഞാൻ ആദ്യത്തെ ഒരു റോഷശനയും ലാസ്റ്റ് ഒരു റോഷശനയും മാത്രമായിരുന്നു ഞാൻ ഇവിടെ ഉണ്ടായിരുന്നത്. ബാക്കിയെല്ലാം പർദീസ് ഖാനയിലായിരുന്നു ഞാൻ സ്വാഭാവികമായിട്ടും റോഷശന കൂടാറുള്ളത്. പക്ഷേ ഇന്ന് ഇവിടെ എന്താ പറഞ്ഞ ലൈവ് ചെയ്യാനായിട്ട് ദൈവം സഹായിച്ചു. അപ്പോൾ ഹക് സമയാഹ് റോഷശനയാണ്. എൻ്റെ ഡ്രസ്സ് കൊള്ളാവും, പുതിയതാണ്. ഉണ്ടായിരുന്നു കയ്യിൽ, ഇടാതെ വെച്ചിരുന്നു. ഇന്ന് ഇടണമെന്ന് എനിക്ക് തോന്നി. അപ്പോൾ വളരെ സന്തോഷം നിറഞ്ഞ ഒരു റോഷശന. അയ്യോ, പൂക്കളെ കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ഒരു പ്ലേസാണ്. യെരുശലേമിൽ എവിടെ കൈവച്ചാലും അനുഗ്രഹമാണല്ലോ. ഇസ്രായേലിൽ എവിടെ തൊട്ടാലും അനുഗ്രഹമാണ്, എവിടെ എന്ത് തൊട്ടാലും അനുഗ്രഹമാണ്. അനുഗ്രഹത്തോടെ അനുഗ്രഹം. അതിൻ്റെ ഭംഗി വേറെ തന്നെയാണ്. യെരുശലേം എന്ന് പറയുന്നത് ഒരു ഭംഗി തന്നെയാണ്. എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വിലാവ് മുതൽ ഞാൻ വേണമെങ്കിൽ മേളിൽ നിന്ന് കാണിച്ചു തരാം. അല്ലാതെ വിലാവ് മുതൽ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അകത്തേക്ക് നിങ്ങളെ കൊണ്ടുപോയി വീഡിയോ ചെയ്യാൻ പറ്റില്ല. വിലാവ് മുതലിൻ്റെ റോഷശനയുടെ ദിവസത്തിനന്ന് ഇങ്ങനെ ഒരു കാഴ്ച നിങ്ങൾ പ്രതീക്ഷിച്ചിട്ടാണ് ഉണ്ടാവില്ല അല്ലേ? റീന ഇങ്ങനെ കൊണ്ടുവന്ന് നിങ്ങളെ സന്തോഷിപ്പിക്കുമെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ചിന്തിച്ചായിരുന്നോ? സഹോദരങ്ങൾ, നിങ്ങൾ ചിന്തിച്ചായിരുന്നോ റോഷശനയുടെ ദിവസത്തിൽ റീന ഇങ്ങനെ യെരുശലേം ദേവാലയത്തിൻ്റെ അടുക്കൽ കൊണ്ടുവന്ന് ലൈവ് ചെയ്യൂന്ന് പറഞ്ഞിട്ട് നിങ്ങളെ കൊണ്ടുവന്ന് ഇങ്ങനെ നിർത്തുമെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ചിന്തിച്ചോ? ഇല്ലല്ലോ. അതാണ് സർപ്രൈസ്. നമ്മളെപ്പോഴും സർപ്രൈസാണ് വെക്കാറുള്ളത്. ഓക്കെ, അപ്പോൾ ഇതാണ് യെരുശലേമിൻ്റെ ഏറ്റവും ഹൃദയഭാഗമായിട്ട് നമുക്ക് സഖരിയാ പ്രവചനത്തിൽ വായിച്ചിരിക്കുന്നത് പോലെയുള്ള നിവൃത്തിയുടെ ഭാഗമാണ്. ഇവിടെ കുഞ്ഞുങ്ങളും എന്താ പറയുന്ന യുവതികളും യുവാക്കളും വൃദ്ധന്മാരും വടിപിടിച്ച് നടക്കും. സഖരിയാ പ്രവചനം 8-ാം അധ്യായം നിങ്ങൾ വായിച്ചു നോക്കിയാൽ യെരുശലേമിലേക്ക് ദൈവം ഇസ്രായേൽ മക്കളെ മടക്കി കൊണ്ടുവരുന്നതിനെ കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുള്ള ഒന്നാണ്. അതിനകത്ത് നിങ്ങൾ വായിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകും. അതുപോലെ തന്നെ യെശയ്യാ പ്രവചനം 51-ാം അധ്യായം, യിരെമ്യാ പ്രവചനം 51-ഉം 50-ാം അധ്യായം 51-ാം അധ്യായം ഒക്കെ യെരുശലേമിലേക്ക് ദൈവം ഇസ്രായേൽ മക്കളെ അവരുടെ ശേഷിപ്പിനെ മടക്കി കൊണ്ടുവരുമ്പോഴത്തേക്കും അശേഷം ഞാൻ അവരുടെ പാപങ്ങളെ ഓർക്കില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇസ്രായേൽ മക്കളെ കുറിച്ച്. അപ്പോൾ അത്രത്തോളം ഇസ്രായേൽ മക്കൾ വിലപ്പെട്ടവരാണ് കർത്താവിന് എന്നുള്ളത് മറന്നു പോകരുത് നിങ്ങൾ. അപ്പോൾ വളരെ എന്താ പറയുന്ന സന്തോഷം പകരുന്ന ഈ പ്ലേസിനൊരു പ്രത്യേകതയുണ്ട്. ഞാൻ ഇന്ന് നിങ്ങളോട് സംസാരിക്കുന്നതിന് ദൈവം കാരണക്കാരൻ. ദൈവം അതിന് എന്നെ സഹായിച്ചു. എങ്ങനെയുണ്ട് യുദ്ധം? ഇന്നലെ ഇറാന്റെ കമ്പിത്തിരി
അത് പിന്നെ ഇസ്രായേൽ മക്കൾക്ക് ഇപ്പം ന്യൂ ഇയർ അല്ലേ, ന്യൂ ഇയറിന്റെ ഭാഗമായിട്ട് ഒന്ന് ശലോം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എന്താ പറയുക, കമ്പിത്തിരിയൊക്കെ കത്തിച്ച ആഘോഷം പൊടിപിടിപ്പിച്ചതാണ്. കാരണം യഹൂദന്മാരിങ്ങനെ ആകാശത്തൊന്നും കമ്പിത്തിരിയൊന്നും കത്തിക്കാറില്ല. അപ്പോൾ സാധാരണ പൊതുവേ നിങ്ങൾക്കറിയാം, നമ്മുടെ എല്ലാ നാടുകളിലൊക്കെ എന്താ പറയുന്ന ന്യൂ ഇയർ ആഘോഷമൊക്കെ വരുന്ന സമയത്ത് നമ്മൾ ആകാശത്ത് ഇങ്ങനെ കമ്പിത്തിരിയും മാലപ്പടക്കമൊക്കെ പൊട്ടിക്കാറുണ്ടല്ലോ. അതിൻ്റെ ഒരു ഭാഗമായിട്ട് ഇങ്ങനെ പൊട്ടിച്ച് കാണിച്ചു എന്നേ ഉള്ളൂ. അഞ്ചു മേരി വർഗീസ് തോദ 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 ആബാ തോദ റബ്ബ. അപ്പോൾ പ്രസന്റ് വാറിൽ നോ ഇമ്പാക്റ്റ്. ശമൂവേൽ പടിഞ്ഞാറേ മുറിയിൽ ഇവിടെ ഒന്നും സംഭവിക്കുന്നില്ല. ഇവിടെ ഈ ചുമ്മാ ABC ന്യൂസിലും അല്ലാതെയുള്ള വാർത്താ ചാനലുകളിലും ഈ മലയാളികൾ എന്ന് പറയുന്ന പൊതുവെ ഇന്ത്യക്കകത്ത് മിക്ക വാർത്താ ചാനലുകളിലും ഇസ്രായേൽ ജനം പരിഭ്രമത്തിലോ ഇറാന്റെ ആക്രമണത്തിന് വലിയ ഘട്ട ഉണ്ടയായി. എന്തിനാണ് ഈ വൃത്തികെട്ടവന്മാർ ഇങ്ങനെ തള്ളിമറിച്ച് വാർത്ത ചെയ്യുന്നതെന്ന് എനിക്ക് മനസ്സിലാകാത്ത. ഒരു ഇത്തിരി പോലെ എന്താ പറയുന്നത്, ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം 5000 മിസൈലുകളാണ് ഈ ഒരു വർഷത്തിനകത്ത്. 12,500 മിസൈലുകളാണ് ഇസ്രായേലിലേക്ക് വന്ന് പതിക്കേണ്ടത്. അതിനെല്ലാം പുഷ്പം പോലെ നേരിട്ട് ഇസ്രായേലാണ്. ഇറാന്റെ ഓന കുറേ പടക്കം വന്നപ്പോഴത്തേക്കും ഇസ്രായേലങ്ങ്. ഇതൊക്കെ നിങ്ങൾക്ക് നാട്ടിലെ കേരളത്തിലുള്ളവർ പരച്ചുണ്ടാക്കുന്ന കഥകളല്ലേ? നാട്ടിലെ കേരളത്തിലും ഇന്ത്യയിലും ഉണ്ടാകുന്നവർ ഇസ്രായേലിലുള്ള ജനത്തെ, അതുപോലെ ഇവിടെ കുറെ കെയർടേക്കർമാരുണ്ട്, കുറെ പട്ടികള്, പന്നച്ചെറ്റകള്. ഇവിടെ വന്ന് പണിയെടുക്കുന്നുണ്ടെങ്കിൽ പണിയെടുത്തിട്ട് പണിയെടുത്ത കാര്യം നോക്കിക്കൊണ്ട് പോകണം. അറിയാത്ത കാര്യങ്ങൾ ചൊറിയാതെ നിൽക്കരുത്. കുറെ വൃത്തികെട്ടവന്മാരും നിന്നിട്ട് ചാനലുകൾക്ക് വാർത്ത കൊടുക്കുന്നയോ, ഇവിടേക്ക് ഇറാന്റെ മിസൈലുകൾ വന്നപ്പോൾ ഞങ്ങൾ പരിഭ്രമത്തിലായി, ആളുകൾ ഓട്ടത്തിലായി, മറ്റേതായി മറിച്ചതായി എന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടെ ഒരു കുന്തറാണ്ടവും ഇല്ല. ഇവിടെ ഇസ്രായേൽ ജനം എല്ലാ സാഹചര്യത്തിലെയും അവർക്ക് നേരിടാൻ അവർ പഠിച്ചു കഴിഞ്ഞു. ഇതേ അവർ കക്കൂസ് ഇരിക്കുന്നുണ്ടോ? ഇതാണ് അലക്സ കക്കൂസ്. കണ്ടോ, ഉമർ പണിത കക്കൂസ് കുറച്ചുകൂടി കഴിഞ്ഞപ്പോൾ അത് പുതുക്കി പണിതു. ഒട്ടോമൻ വന്നപ്പോൾ കുറച്ചുകൂടി ഉമർ ഒരു ഓല ഷെഡ് പോലെയായി കക്കൂസ് പണിത് വെച്ചിരുന്നത്. ഒട്ടോമൻ വന്നപ്പോഴേ ഇങ്ങനെ ആക്കി വെച്ചത്. ഒലിവുമല നിങ്ങൾക്കത് കാണാം. ഓക്കെ, അപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നത് പോലെ ഒരിക്കലും ഈ വാർത്തകളിൽ വന്ന് പറയുന്ന വിവരക്കേടുകളൊന്നും നിങ്ങൾ കാര്യമാക്കരുത്. ഇവിടെ ഒരു മണ്ണാങ്കട്ടയും ഇല്ല. ഇവിടെ ഇസ്രായേലിന്റെ ഓന പടക്കം വന്നാലും ശരി, ഇവിടെ ഹമാസിന്റെ പടക്കം വന്നാലും ശരി, ഇത് ഏതവന്റെ ഒക്കെ വന്നാലും ശരി, ഇസ്രായേൽ അന്നും ഇന്നും ഇസ്രായേൽ ജനത്തിന് ഇതിനെയൊക്കെ ചേർത്ത് നിൽക്കാൻ അന്നും ഇന്നും അറിയാം. പിന്നെ ഇസ്രായേൽ ജനങ്ങൾ ബങ്കറിലേക്കോ അല്ലെങ്കിൽ വീടുകളിലേക്കോ സൈറൻ മുഴങ്ങുന്ന സമയത്ത് പോകുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതവരുടെ ഒരു രീതിയാണ്. കാരണം അതവരുടെ രാജ്യത്തിന്റെ ഒരു നിയമത്തെ അനുസരിക്കുക എന്നുള്ളതാണ് അത്. അല്ലാതെ പേടിച്ച് ഭീതിയായിട്ട് ബങ്കറുകളിലേക്ക് ഓടി ഒളിക്കുന്നു എന്നുള്ള വ്യാജത്തരം പറയരുത്. ഇവിടെ അലാറം അലട്ടും ഒക്കെ വരുന്ന സമയത്ത് പൊതുവെ ആളുകൾ വീടുകളിലേക്ക് പോകാറുണ്ട്. അവർ ബങ്കറുകളിലേക്ക് പോലും പോകുന്നത് വളരെ കുറവാണ്. എല്ലാവരും വീടുകളിൽ തന്നെയാണ്. ഞാൻ പണ്ട് തൊട്ടേ ഇവിടെ ആയിരുന്ന സമയത്തെല്ലാം എൻ്റെ ആബയും ഞാനും ഒക്കെ ഞങ്ങൾ ബങ്കറൊന്നും ഞങ്ങൾ പോയിട്ടില്ല, അന്നും ഇന്നും പോയിട്ടില്ല. വീടുകളിൽ തന്നെയാണ്. എല്ലാ വീടുകളിലും ഒരു പ്രത്യേകതയുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു റൂം വളരെ സേഫ്റ്റി റൂമിലായിരിക്കും. എല്ലാ വീടുകളിലും ഒരു റൂം സ്പെഷ്യൽ റൂം ആയിരിക്കും. ഇസ്രായേലിന്റെ എല്ലാ വീടുകളിലുള്ള പ്രത്യേകതയാണ്. ബങ്കറുകളിൽ പോയി അവർ പാർക്കേണ്ട കാര്യമൊന്നും അവർക്ക് വരുന്നില്ല. ആ റൂമിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനകത്ത് എത്ര കെട്ടിടങ്ങൾ തകർന്നു പറഞ്ഞാലും ആ ഒരു റൂം തകരത്തില്ല. അത് വളരെ സേഫ്റ്റി ആയിട്ട് ആ റൂം അങ്ങനെ തന്നെ നിൽക്കും. അതിൻ്റെ ഒരു പ്രത്യേകത അങ്ങനെയുണ്ട്. അതുകൊണ്ട് ഇസ്രായേൽ മക്കൾ എന്തെങ്കിലും യുദ്ധമോ കാര്യങ്ങളോ വന്നു കഴിഞ്ഞാൽ ഇവിടെ സൈറൻ മുഴങ്ങുന്ന സമയത്ത് അവർ വീടുകളിൽ കയറും എന്നുള്ളത് അത് അവർ രാജ്യത്തിന്റെ നിയമത്തെ അവർ ഫോളോ ചെയ്യുന്നത് കൊണ്ടാണ്. അല്ലാതെ പേടിച്ചു വിറച്ച്, ഞാനൊക്കെ സത്യം പറയാൻ സൈറൻ മുഴങ്ങുന്ന സമയത്ത് ഞാൻ പുറത്തൊക്കെയാണ് നിൽക്കുന്നത്. അപ്പം എന്നെ പിടിച്ച് അകത്ത് കയറ്റാൻ ശ്രമിക്കാറുണ്ട്. അവരെന്തുകൊണ്ടെന്ന് വെച്ചാൽ അത് രാജ്യത്തിന്റെ ഒരു നിയമമാണ്. സൈറൻ മുഴങ്ങുമ്പോൾ എല്ലാവരും വീടുകളിൽ പോകുക, പുറത്ത് നിൽക്കരുത് എന്നുള്ളത്. മനസ്സിലായോ? ചില സമയങ്ങളിൽ ഞാൻ അതും മറികടന്നാണ് നിങ്ങൾക്ക് ലൈവ് ചെയ്യുന്നത് പോലും. ആ സൈറൻ മുഴങ്ങുന്ന സമയത്ത് പോലും ഞാൻ ലൈവ് ചെയ്തിട്ടുണ്ട്. എൻ്റെ മുകളിലൂടെ മിസൈലുകൾ പറന്നതൊക്കെ ഞാൻ നിങ്ങൾക്ക് ലൈവ് ചെയ്ത് കാണിച്ചിട്ടുണ്ട്.
കഴിഞ്ഞ ദിവസം പോലും ഞാൻ കുളിച്ചുകൊണ്ടിരുന്ന സമയത്താണ് ഈ സൈറൺ മുഴങ്ങുന്നത്. ഇല്ലെങ്കിൽ ഞാൻ ഇറങ്ങി ഓടി വന്ന് നിങ്ങൾക്കത് കാണിച്ചു തന്നേനെയായിരുന്നു ലൈവില്. പറഞ്ഞു മനസ്സിലായോ? അപ്പോൾ അതുകൊണ്ട് സജി സെബാസ്റ്റ്യൻ, ഒരു സംശയം, താങ്കൾ അവിടെ ഇസ്രായേൽ നയതന്ത്ര കാര്യത്തിലാണോ ജോലി ചെയ്യുന്നത്? അതെ, നയതന്ത്ര കാര്യാലയത്തിലാണ് ഞാൻ ജോലി ചെയ്യുന്നത്. അറിയത്തില്ലേ? നയതന്ത്ര കാര്യത്തിൽ മാത്രമല്ല, ഇസ്രായേലിന്റെ മൊസാദിലും ഞാനുണ്ട്. മനസ്സിലായോ? ഞാൻ ഇങ്ങനെ വിലാമതിൽ എനിക്ക് കാണിച്ചു തരാം. അല്ലാതെ എനിക്ക് വിലാമതിന്റെ അടുക്കിലേക്ക് നിങ്ങളെ എനിക്ക് കൊണ്ടുപോകാൻ പറ്റില്ല. ഓക്കെ? എയ്ബ് തോമസേ, ചെല്ല് മോനോട് കേട്ടാ. അത് സ്വന്തം പ്രൊഫൈലൊക്കെ ഇട്ട് വന്നിട്ട് നീ കമൻ്റൊക്കെ ഇട്ടോ. കമൻ്റൊക്കെ ഇടാനുള്ള താല്പര്യമുള്ളവരൊക്കെ സ്വന്തമായ പ്രൊഫൈലുകളൊക്കെ ഇട്ടിട്ട് വന്നിട്ട് നിങ്ങൾ എന്നോട് എന്ത് വേണമെങ്കിലും കമൻറ്റുകൾ ഇട്ടോ. ഞാൻ അതിനെല്ലാം മറുപടി തരാൻ തയ്യാറാണ്. അല്ലാതെ എനിക്ക് നിങ്ങൾക്കൊന്നും മറുപടി തരാതിരിക്കാനൊന്നും എനിക്ക് ഞാൻ മറുപടി തരാതൊന്നും ഇരിക്കത്തില്ല. ഞാൻ മറുപടി തരും. പക്ഷേ എല്ലാവരും എന്ത് ചെയ്യുക, സ്വന്തം പ്രൊഫൈലൊക്കെ ഇട്ട് വന്നിട്ടുള്ള മറുപടി മതി. അല്ലാതെ ഫേക്കുകളിൽ വന്ന് കയറിയിട്ട് തോന്നിയ മാസവും ആഭാസത്തരമൊക്കെ വൃത്തികേടുകളും പിന്നെ എന്തുവാ വലിയ മൂട് കളിക്കലും ഒക്കെ കാണിച്ചു കഴിഞ്ഞാൽ ഞാൻ ബ്ലോക്ക് ചെയ്ത് കളയും. പിന്നെ നീ ഒന്നും എൻ്റെതൊന്നും ഒരിക്കലും നീ ഒന്നും എന്ത് ചെയ്യത്തില്ല. മുഹമ്മദ് ഷാഫി, എന്നാടാ ഊളെ? എന്നാ പറ്റി മുഹമ്മദ് ഷാഫി? എന്ത് മക്കളെ, ചൊറിച്ചലോ? ചൊറിയുന്നുണ്ടോ? മാന്തി വരാൻ തരണമെന്ന് താല്പര്യമുണ്ടോ? മുഹമ്മദ് ഷാഫിക്ക് ചൊറിച്ചിൽ വല്ലതും വരുന്നുണ്ടോ? ചൊറിയുന്നുണ്ടെങ്കിൽ മാന്തി തരാം. അതിലൊന്നും പ്രത്യേകിച്ച് വിഷമമൊന്നുമില്ല. മനസ്സിലായോ? മനസ്സിലായോ? എന്നാ ചെല്ല്. മുഹമ്മദ് ഷാഫി കൂടുതൽ നേരം അവിടെ വന്ന് ചൊറിയരുത്. മനസ്സിലായോ? കൂടുതൽ നേരം ചൊറിഞ്ഞു കഴിഞ്ഞാൽ ഈ കക്കൂസിനകത്ത് കൊണ്ടുപോയി ഞാൻ സെപ്റ്റിക് ടാങ്കിനകത്ത് മുക്കി വെക്കും. ഇത് കണ്ടോ, തള്ളാഹുവിന്റെ കക്കൂസ്, അൽ-അക്സ എന്ന് പറയുന്ന കക്കൂസ്. ഈ കക്കൂസിനകത്ത് ഞാൻ കൊണ്ടുപോയി മുക്കി സെപ്റ്റിക് ടാങ്കിനകത്ത് മുക്കിയെടുക്കും ഞാൻ. ഒരുപാട് നേരം നിന്ന് ഇവിടെ ചൊറിയാൻ നിന്ന് കഴിഞ്ഞാൽ. അപ്പം ചെല്ല് മുഹമ്മദ് ഷാഫിയെ. പിന്നെ മമ്മൂനിനെ ചിലപ്പോൾ ഏറി കയറ്റി നിർത്തിയാലുണ്ടല്ലോടാ, പിന്നെ അവൻ ഏറിയിൽ നിന്ന് ഇറങ്ങാൻ കുറേ പാടുപെടും. വെറുതെ നിങ്ങൾ എന്തിനാണ് അവനെയൊക്കെ ഏറി കയറ്റാൻ നോക്കുന്നത്? ഓക്കെ? അപ്പോൾ ഈ ഇസ്രായേലില് നമ്മുടെ മുഹമ്മദ് ഷാഫി ഒരുപാട് വിചാരം പോരാടി മോളെ. എന്തുവാടാ ഊളെ? എടാ എന്തുവാ ഊളെ പറയുന്നേ? എനിക്ക് മനസ്സിലാകുന്നില്ലല്ലോ നിന്റെ ഭാഷ. നീ പുതിയ ഭാഷ വല്ലതും പഠിച്ചു വെച്ചിട്ടുണ്ടോ? ഓ, അല്ലാത്ത ഭാഷയിൽ സംസാരിച്ച വിവരം അറിയുന്നതായിരിക്കും. മുഹമ്മദ് ഷാഫി വിവരം അറിയിക്കും എന്നുള്ളത് കൊണ്ടാണോ? കാക്കക്കുട്ടൻ ചെന്നാട്ടെ കാക്കക്കൂട്ടൻ. ഒരുപാട് നേരം കാക്ക ഇവിടെ കിടന്ന് കരഞ്ഞാൽ പിന്നെ കൂട് തിരക്കി ഓടേണ്ടി വരും. കാക്കേ കൂടെവിടെ, കൂട്ടിനകത്തൊരു തള്ളയുണ്ടേ എന്ന് പറഞ്ഞിട്ട്. Chichi, your dress looks very pretty. Oh, toda motik, toda. Aba, toda rabba. Okay. നമ്മുടെ ടൂറിസ്റ്റുകളെല്ലാം ഇങ്ങനെ വിലാമതിനെ നോക്കി പോകുന്നുണ്ട്. ഓക്കെ? അപ്പോൾ ഇതാണ് ഡങ്ക് ഗേറ്റ്, കുപ്പവാതിൽ നിന്നും പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് 2-3 സ്ഥലങ്ങൾ കാണാൻ പറ്റും. ഓക്കെ? പ്രീത പുതുവത്സര ആശംസകൾ. തോദ
ഓക്കെ, അതുകൊണ്ട് നിങ്ങൾ ആരും തെറ്റിദ്ധരിക്കരുത്. ഇവിടെ വലിയ ബോംബ് വീഴുമെന്നോ ഇവിടെ മിസൈൽ വീഴുന്നോ സൈറൻ മുഴങ്ങുമ്പോൾ ഞങ്ങളുടെയൊക്കെ മൊബൈലുകളിൽ തന്നെ ഓൾറെഡി സൈറൻ വരാറുണ്ട്. ഇവിടുത്തെ ഇസ്രായേലിന്റെ ഒരു രീതിയാണ്, ഫസ്റ്റ് ഓഫ് ഓൾ സൈറൻ വരുന്നത് മൊബൈലുകളിലാണ്. അത് കഴിഞ്ഞിട്ടാണ് ഇസ്രായേൽ മൊത്തത്തിൽ സൈറൻ മുഴങ്ങുന്നത്. അപ്പോൾ ഇസ്രായേൽ മൊത്തവും സൈറൻ മുഴങ്ങിക്കഴിഞ്ഞാൽ സേഫ്റ്റി എന്ന് പറയുന്നത് എപ്പോഴും ആവശ്യമാണല്ലോ. ഈ തള്ളാഹുവിന്റെ പൊട്ടന്മാർക്ക് മിസൈൽ വന്നു കഴിഞ്ഞാൽ, ഞാൻ കഴിഞ്ഞൊരു വീഡിയോ കണ്ടതാണ്, തോർത്ത് തലയിലിട്ടിട്ട് പോവുക മിസൈലിനെ പ്രതിരോധിക്കാനായിട്ട്. അതാണ് തള്ളാഹുവിന്റെ എന്തുവാ ബുദ്ധിയുടെ പ്രശ്നമെന്ന് പറയുന്നത്. തോർത്ത് തലയിലിട്ട് പ്രതിരോധിക്കാൻ ഓടുന്ന ജീമോൻ സെവൻജി മുറിയണ്ടികൾ തുടങ്ങി കരയാനായിട്ട്. അതെ, മുറിയണ്ടികൾ കരയുമല്ലോ. മുറിയണ്ടികൾക്ക് കരച്ചിൽ മാത്രമല്ലേ ഉള്ളൂ, വേറെ എന്താണ് മുറിയണ്ടികൾക്കുള്ളത്? കരയട്ടെ. ഇറാനൊക്കെ മിക്കവാറും തീരും. അങ്ങനെ നമ്മള് എന്താ പറയാ, കണ്ടോ, ഇതാണ് ഒലിവുമല. ഒലിവുമല ഒരുങ്ങിക്കഴിഞ്ഞു പ്രാണപ്രിയൻ പാദം മുത്തുവാൻ. ഇതാണ്ടോ എന്റെ പുറകെ നിൽക്കുന്ന ഇസ്രായേലിന്റെ പുലിക്കുട്ടികൾ, കണ്ടോ ആ ഇസ്രായേൽ ഹായ്. കണ്ടോ ഒലിവുമല ഇങ്ങനെ ലൈറ്റുകൾ കൊണ്ട് ഇങ്ങനെ എന്തുവാ പറഞ്ഞ ഒലിവുമലയിലേക്ക് ഇങ്ങനെ വെട്ടം അടിച്ചു കയറുകയാണ്. അപ്പോൾ നമ്മുടെ IDF നിൽക്കുന്ന സോൾജേഴ്സ് നിൽക്കുന്ന ഇവര് പോലീസ് സേനയിലുള്ളവരാണ് കേട്ടോ. അതിന്റെ ഉന്നത തലപ്പത്തിരിക്കുന്നവരാണ്. ഇവർക്ക് സ്പെഷ്യലാണ്. ഇവരുടെ ഷോൾഡറിലൊക്കെ ഇവർ തൂക്കിയിട്ടിരിക്കുന്ന 10-25 കിലോ വെയിറ്റ് വരുന്ന വെപ്പൻസ് ആണ് അവര് ബോഡിയിൽ തൂക്കി പിടിച്ച് നിൽക്കുന്നത് തന്നെ. അപ്പോൾ അത്രത്തോളം ഇസ്രായേലിന്റെ സോൾജിയറും ഇസ്രായേലും എന്നൊക്കെ പറയുന്നത് അത്രത്തോളം എന്തുവാ പവർഫുള്ളായിട്ടുള്ളൊരു കൺട്രിയാണ്. ഈ ഇസ്രായേൽ എന്ന് പറഞ്ഞ കൺട്രിയെക്കുറിച്ച് പഠിക്കാൻ പോലും ഉള്ള യോഗ്യത എന്താ പറഞ്ഞ, ഇസ്രായേൽ ആരാണ്, ഇസ്രായേൽ എന്താണ്, യഹൂദന്മാരെന്താണെന്നുള്ള അതിനുള്ള കഴിവും കപ്പാസിറ്റിയും പോലും സുടുക്കുഞ്ഞുങ്ങൾക്കായിട്ടില്ല. അതാണ് പ്രശ്നം. അതൊക്കെ ആയിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞ ദിവസം എന്തുവാ പറഞ്ഞ സിസിൽ സേവിയർ കുറച്ച് എളിമപ്പെടുക ചേച്ചി. അയ്യടാ, ആരുടെ മുമ്പിൽ എളിമപ്പെടണം? നിന്റെ മുമ്പിലോ? സിസിൽ സേവിയറെ, നിന്റെ മുമ്പിലാണോ ഞാൻ എളിമപ്പെടേണ്ടേ? അങ്ങനെ കൂടുതൽ എന്നെ എളിമ പഠിപ്പിക്കല്ലേ മക്കളെ ചെല്ലേ കേട്ടാ. ചേച്ചിക്കറിയാം എങ്ങനെ എളിമപ്പെടണം, എങ്ങനെ എളിമപ്പെടണ്ടെന്നൊക്കെ. എളിമ പഠിപ്പിക്കാൻ വന്നിരിക്കുന്നു സിസിൽ സേവിയർ. ഓടാ ഊളകളെ, നിന്നോടൊന്നും സംസാരിച്ചിട്ടൊന്നും കാര്യമൊന്നുമില്ല. എപ്പോഴും ക്രിസ്ത്യാനികളൊന്ന് അറിഞ്ഞിരിക്കുക. എന്നെ കേൾക്കുന്ന ക്രിസ്ത്യാനികളെ, എന്നെ കാണുന്ന ക്രിസ്ത്യാനികളെ, ദയവ് ചെയ്ത് നിങ്ങളോടൊരു ഒറ്റ അപേക്ഷയേ ഉള്ളൂ. ജീവിക്കണോ? നിങ്ങൾക്ക് ജീവിക്കണോ? കാലഘട്ടത്തിനനുസരിച്ച് നിങ്ങൾ മാറുകയല്ലേ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. ഞാൻ അറിയാണ്ട് ചോദിക്കുക, ടൈം എത്രയായെന്ന് വെച്ച് കഴിഞ്ഞാൽ ടൈം ഇപ്പം ആക്ച്വലി 5:30 മനസ്സിലായോ? ഒരു മിനിറ്റ്. അതുകൊണ്ട് ക്രിസ്ത്യാനികൾ എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ക്രിസ്ത്യാനികളോട് എനിക്കൊന്നും പറയാനേ ഉള്ളൂ. ഹിന്ദുക്കളും ഉണ്ടെങ്കിൽ ഹിന്ദുക്കളും കേൾക്കുക. അഥവാ ക്രിസ്ത്യാനികൾ മാത്രമാണ് എന്നെ കേൾക്കുന്നതെങ്കിൽ ക്രിസ്ത്യാനികളോടായിട്ട് ഞാൻ പറയുകയാണ്, ദയവ് ചെയ്ത് നിങ്ങൾക്കിനി ജീവിക്കണോ? ഇപ്പം നിങ്ങൾ കേരളത്തിന്റെ സാഹചര്യത്തിലാണ് വളർന്നത്. കേരളത്തിലുള്ള വസ്ത്രമാണ് നിങ്ങൾ ഇട്ട് നടന്നതും പോയതും വന്നതും ഒക്കെ. കേരളത്തിലെ വസ്ത്രം എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാമല്ലോ എങ്ങനെയാണ് കേരളത്തിൽ വസ്ത്രം ധരിക്കുന്നതെന്ന് പറഞ്ഞിട്ട്. ആ ഒരു നിലവാരത്തിലായിരിക്കാം നിങ്ങൾ വസ്ത്രം ധരിച്ചത്. പക്ഷെ നിങ്ങൾ റഷ്യയിൽ ചെന്ന് കഴിഞ്ഞാൽ ഞാൻ കേരളത്തിൽ ജീവിച്ചു വളർന്നത് ഇന്ന വസ്ത്രം ധരിച്ച് ഇന്ന സാഹചര്യത്തിലാണ്, അതുകൊണ്ട് ഞാൻ റഷ്യയിൽ വന്നാലും അതേ വസ്ത്രം ധരിക്കൂ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ റഷ്യയിൽ പോയിട്ട് നിങ്ങളുടെ കേരളത്തിലെ വസ്ത്രമാണോ ധരിച്ചുകൊണ്ട് നടക്കുന്നത്? നിങ്ങൾ സാഹചര്യങ്ങൾക്കനുസരിച്ച് മാറി ചിന്തിക്കാൻ തുടങ്ങിയില്ലേ? സാഹചര്യങ്ങൾക്കനുസരിച്ച് നിങ്ങൾ അതിനെ പൊരുത്തപ്പെടാൻ പഠിച്ചില്ലേ? ഓരോ സാഹചര്യത്തിനനുസരിച്ചും മാറി ചിന്തിക്കുകയും പൊരുത്തപ്പെടുകയും ചെയ്തു വളരണം. സാമൂഹ്യ പ്രതിബദ്ധത മനുഷ്യർക്കുണ്ടായി വരണം.
ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തിന്റെ ഒരു പ്രത്യേകത എന്താണെന്നറിയാമോ? സകല യഹൂദന്മാരും IDF ആണ്. ഇന്ന് തോറ വായിച്ചുകൊണ്ടിരിക്കുന്നവരാണെങ്കിലും സകല യഹൂദന്മാർക്കും നിർബന്ധിത IDFന് വേണ്ടിയിട്ട് അവർ ആർമിക്ക് വേണ്ടി പോകേണ്ടതുണ്ട്. അത് ഇസ്രായേലിന്റെ ഒരു പ്രത്യേകതയാണ്. സിസിൽ സേവിയർ, മാതാപിതാക്കളെ വിളിക്കുന്ന ഭാഷ എന്നെ വിളിക്കില്ല, ഞാൻ വളരെ സ്നേഹപൂർവ്വമാണ് പറഞ്ഞത്. ആണോ? എന്നാ നീ കൂടുതൽ അങ്ങ് സ്നേഹിക്കണ്ട. നീ മാതാപിതാക്കളെ ഉണ്ടാക്കുന്ന കാര്യം നീ ഇങ്ങോട്ട് പറയരുത്. കാലേ വാരി നിലത്തടിക്കും ചെറ്റൻ. ഞാൻ അതും കൂടി പറഞ്ഞേക്കുവാ. പറഞ്ഞാൽ മനസ്സിലായോടാ ഊളയ്ക്കുണ്ടായവനെ? നീ എന്റെ മാതാപിതാക്കളെ ഇങ്ങോട്ട് വലിച്ചെടുക്കേണ്ട കാര്യമൊന്നുമില്ല. എന്റെ മാതാപിതാക്കളെ ഞാൻ എങ്ങനെ വിളിക്കണമെന്നുള്ളത് എനിക്കറിയാം. നീ എന്നെ പഠിപ്പിക്കണ്ട. കൂടുതൽ നീ എളിമപ്പെട്ടാൽ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞുണ്ടല്ലോ, എളിമയും കിളിമയൊക്കെ പോയി ഞാൻ നിന്നെ എളിമയാക്കി മാറ്റും. കൂടുതൽ നേരം ഇതിനകത്ത് കയറി കടന്നു കഴിഞ്ഞാ നീ നിന്റെ എളിമ ഇപ്പൊ എവിടെ കൊണ്ട് കളഞ്ഞു? നീ നിന്റെ എളിമ ഇപ്പൊ എവിടെ കൊണ്ട് കളഞ്ഞു? നീ കൂടുതൽ ലെറ്ററടിച്ചോണ്ട് ഇങ്ങോട്ട് വന്നതല്ലേ? എളിമപ്പെടാൻ പഠിപ്പിക്കാൻ വേണ്ടി വന്നതല്ലേ? നിന്റെ എളിമ എവിടെ പോയി? മാതാപിതാക്കളെ വിളിക്കുന്ന ഭാഷ എന്നൊക്കെ നീ ഉണ്ടാക്കാനായിട്ട് നീ എന്റെ വീട്ടിൽ വന്ന് എന്റെ അമ്മയും അച്ഛനും ഞാൻ വിളിക്കുന്ന നീ കണ്ടായിരുന്നോടാ? ചേറ്റേ കഴിവേറി. നിനക്കൊക്കെ തോന്നിയ മാസം എഴുതാൻ വേണ്ടിയുള്ളതാണോ എന്റെ പേജ്? അത് കൊള്ളാലോ. ഇവിടെ വിശുദ്ധി പഠിപ്പിക്കാൻ വരുന്നവരും എളിമ പഠിപ്പിക്കാൻ വേണ്ടി വരുന്നവരും ഭാഷ പഠിപ്പിക്കാൻ വേണ്ടി വരുന്നവരുടെയൊക്കെ ഉള്ളിലിരിപ്പ് കുറച്ച് കഴിയുമ്പോൾ കാണുന്നേ അവരുടെ ഉള്ളിലിരിപ്പ് അവർ തന്നെ പുറത്തേക്ക് എടുത്തിടും, താൻ ആരാണെന്ന് പറഞ്ഞുകൊണ്ട്. അത് കൊള്ളാം. എളിമ പഠിപ്പിക്കാൻ ഇറങ്ങിയിരിക്കുന്നു. അത് കഴിയുമ്പോൾ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് എളിമയും കാണില്ല, ഒരു മണ്ണാങ്കട്ടയും കാണില്ല ഇവന്മാർക്ക്. എളിമ പഠിപ്പിക്കാൻ വരുന്നവനും പഠിപ്പിക്കാൻ വരുന്നവളുമാർക്കും. പിന്നെ അവരുടെ ഉള്ളിലിരിപ്പ് മുഴുവനും. എന്റെ പ്രിയ സഹോദരങ്ങളെ, ഈ പെന്തക്കോസ് പാസ്റ്റർമാരെന്ന് പറയുന്നവന്മാരെയും അച്ഛന്മാരെന്ന് പറയുന്നവന്മാരെയും ക്രിസ്ത്യാനികളെയൊക്കെ അവന്റെ വീട്ടിനകത്തുള്ളൊരു സാധനത്തിനകത്ത് പറമ്പിനകത്ത് ഒരു തേങ്ങയ്ക്കകത്ത് കൈവച്ച് നോക്ക് നിങ്ങള്. അപ്പൊ അറിയും ഇവന്റെയൊക്കെ വിശുദ്ധിയും വേഷം കെട്ടലും ഒക്കെ. നിങ്ങള് പബ്ലിക് പ്ലേസിൽ മാത്രം നല്ലവരെ പോലെ ആകുകയും ദൈവസന്നിധിയിൽ വെറും കൂതറകളായി ജീവിക്കുന്നവന്മാരുമാണ്. രഹസ്യമായ ജീവിതത്തിൽ വെറും മോശക്കാരാണ് ഈ വൃത്തികെട്ട ജന്മങ്ങള്. ക്രിസ്ത്യാനി എന്ന് പേര് പറയുന്ന കുറെ കൂതറകള്. പക്ഷെ പബ്ലിക്കിൽ അവരെ പോലെ മാന്യന്മാർ വേറെ ആരുമില്ല. പബ്ലിക്കിൽ മാന്യത മേടിച്ചിട്ട് ആർക്ക് സർട്ടിഫിക്കറ്റ് മേടിച്ചു കൊടുക്കാനാ പബ്ലിക്കില്? ഇവിടെ വിവരം കെട്ടവന്മാരെ ജീവിക്കേണ്ടത് ദൈവത്തിന് വേണ്ടിയിട്ടാ, നിന്റെയൊക്കെ ആത്മാവിനെ സൂക്ഷിക്കാൻ വേണ്ടിയിട്ടാ. നാട്ടുകാരുടെ മുമ്പിൽ നീയൊക്കെ സർട്ടിഫിക്കറ്റ് വാങ്ങിച്ച് നെളിഞ്ഞു നടന്നിട്ട് കാര്യമില്ല. പറഞ്ഞ മനസ്സിലായോ? മനുഷ്യരിൽ നിന്നും ബഹുമാനം ഇച്ഛിക്കരുതെന്നാണ് ദൈവവചനം പറയുന്നത്. കർത്താവായ യേശുവ പോലും ഭൂമിയിൽ വന്നിട്ട് ഞാൻ മനുഷ്യരിൽ നിന്നും ബഹുമാനം ഇച്ഛിക്കുന്നില്ലെന്നാണ് കർത്താവ് പറഞ്ഞു. എനിക്ക് മനുഷ്യൻ ബഹുമാനം തരണ്ടെന്നേ. നിങ്ങളുടെ ബഹുമാനം ഇവിടെ ആർക്ക് വേണം? എനിക്ക് പറഞ്ഞു മനസ്സിലായോ? അതുകൊണ്ട് നിങ്ങൾ ആരും തന്നെ ദയവ് ചെയ്ത്, ഞാൻ പ്രത്യേകിച്ചും പറയുകയാണ്, ക്രിസ്ത്യാനികളോട് പറയുകയാണ്, ഈ കാലഘട്ടത്തിൽ നിന്ന് പറയുന്നത്, ഇപ്പോൾ നടക്കുന്നത് യുദ്ധം എന്ന് പറയുന്നത് സാത്താനും ദൈവത്തിനും തമ്മിലുള്ള യുദ്ധമാണ്. അത് നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാകത്തില്ല. സാത്താനിക ശക്തികളോട് ദൈവത്തിന്റെ ജനത നടത്തുന്ന ഒരു പോരാട്ടമാണ്. ഇസ്രായേലിനെ തൊടുന്നവൻ ദൈവത്തിനോട് തൊടുന്നതിന് സമമാണ്. ദൈവമാണ് പ്രതികാരം നടത്തുന്നത്. ഇസ്രായേലിന് വേണ്ടി നിൽക്കുന്നത് ദൈവവചനം പറയുന്നു, അദോനായി വീട് പണിയുന്നില്ല എങ്കിൽ പണിയുന്നവർ വൃഥ അധ്വാനിക്കുന്നു, അദോനായി പട്ടണം കാക്കുന്നില്ല എങ്കിൽ കാവൽക്കാർ വൃഥ ജാഗരിക്കുന്നു. അപ്പോൾ അദോനായി കാക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഇവിടുത്തെ അയൺ ഡോം ഒരിക്കലും പ്രതിരോധം ചെയ്യില്ല. അദോനായുടെ കരം നിൽക്കുന്നത് കൊണ്ടാണ് ഈ അയൺ ഡോമിന് എന്തെങ്കിലുമൊക്കെ ചെയ്യാനും പോലും പറ്റുന്നത്. നിങ്ങൾ ചിന്തിക്കുന്നത് പോലെ ഇസ്രായേലിന്റെ ടെക്നോളജി മാത്രമല്ല, ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തിന് മാത്രം നിങ്ങൾ ചിന്തിക്കുമല്ലോ. നിങ്ങൾ സയന്റിസ്റ്റുകളായിട്ട് ചിന്തിക്കുന്നവരാണല്ലോ, നിങ്ങൾ ശാസ്ത്രമായിട്ട് ചിന്തിക്കുന്നവരാണല്ലോ. ഇസ്രായേൽ എന്ന് പറയുന്ന ഒരു ജനത്തിന്റെ ടെക്നോളജിയാണെന്നൊക്കെ പറഞ്ഞ് തള്ളി മറിക്കാറുണ്ടല്ലോ നിങ്ങള്. മൂസാക്കുട്ടി ഒലക്കര വീട്ടിൽ പോയിരുന്നേ യൂട്യൂബ് എടുത്ത് ഓടിച്ചു തന്നിട്ട് ഇസ്രായേലിലെ കാഴ്ചകളൊക്കെ കണ്ടാൽ മതി. മനസ്സിലായോ? ഇതാണ് എന്തുവാ ആലയത്തിന്റെ മതിലകം എന്ന് പറയുന്നത്. ഇതാണ് അലക്സ കക്കൂസ്. നല്ലതുപോലെ കാണാൻ പറ്റുന്നുണ്ടോ കക്കൂസ്? ആ കക്കൂസ് നിങ്ങൾക്ക് നല്ലതുപോലെ കാണാൻ പറ്റുന്നുണ്ടെങ്കിൽ ഇതാണ് അലക്സ കക്കൂസ്. ഈ കക്കൂസ് ഈ എന്താ പറയുന്ന 600കളിലാണ് ഈ കക്കൂസ് വന്നു തുടങ്ങിയത്. അതിനു മുമ്പേ യെരുശലേം ദേവാലയത്തിന്റെ മതിലകമായിരുന്നു ഈ കാണുന്നത്. ഇതൊക്കെ യെരുശലേം ദേവാലയത്തിന്റെ തൊട്ടടുത്ത് താമസിച്ചിരുന്നവരുടെയൊക്കെ വീടുകളാണ്, പാർപ്പിടങ്ങളായിരുന്നു. മനസ്സിലായോ?
ഇതിനകത്ത് ഒരു വീട് നമ്മുടെ ഫറവോന്റെ മകൾക്ക് ശലോമൻ പണിത ഒരു വീട് ഇതിനകത്തുണ്ട്. ഇവിടെ ആലയത്തിലേക്ക് വെള്ളം കൊണ്ടുവരുന്ന പുരോഹിതന്മാര് അവർ വെള്ളം കൊണ്ടുപോയിക്കൊണ്ടിരുന്ന വഴി ഞാൻ കാണിച്ചു തരാം. അത് അടച്ചുപൂട്ടിയിട്ടിരിക്കുവാ വഴി ഇപ്പം. വാതിലുകളെ നിങ്ങൾ തലകളെ തുറപ്പിൻ, വരുന്നിത ജയരാജൻ. ഇതാണ്ടോ, ഞാൻ കാണിച്ചു തരാം. ഇസ്രായേൽ ഹായ്. അയ്യോ, ഇവിടെ നിന്ന് കാണുന്ന മരങ്ങൾ മറിഞ്ഞിരിക്കുകയാണല്ലോ. ഓക്കെ, അപ്പുറത്തുനിന്ന് ഞാൻ കാണിക്കാം. ഓക്കെ, വിൻസെന്റ് മൊറൈസ്, സിസിൽ സേവ്യർ നമുക്ക് അനുകൂലമായി നിൽക്കുന്ന വ്യക്തിയാണ്. ഈ അനുകൂലമായി നിൽക്കുന്ന വ്യക്തിയാണെങ്കിൽ ഇത്രയും ദിവസമായിട്ട് എന്റെ കമന്റ് ബോക്സ് കണ്ടിട്ടില്ലേ? ഇത്രയും ദിവസം എന്റെ വീഡിയോ കാണാതെയാണോ സിസിൽ സേവ്യർ എനിക്ക് അനുകൂലമായിട്ട് നിൽക്കുന്നത്? ഞാൻ അറിയാണ്ട് ചോദിക്കുവാ. പിന്നെ എന്റെ വീഡിയോ സ്ഥിരമായിട്ട് കാണുന്ന വ്യക്തിയാണെങ്കിൽ ഇങ്ങനത്തെ കമന്റ് ഇട്ട് തള്ളി മറിക്കില്ല. ഇതുണ്ടോ, 3 വാതിലുകൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? ഈ വാതിലുകൾ ഒട്ടോമൻ വന്ന് അടച്ചുപൂട്ടിയ വാതിലുകളാണ്. ഈ വാതിലുകളിലൂടെയാണ് ഷീലോഹ കുളത്തിൽ നിന്നും വെള്ളം എടുത്തുകൊണ്ട് പണ്ട് യഹൂദന്മാർ എന്ത് ചെയ്തത്? ആലയത്തിൽ പോയിക്കൊണ്ടിരുന്നത്. ഇത് യെരുശലേം ദേവാലയത്തിന്റെ മതിലകമാണ്. ഈ യെരുശലേം ദേവാലയത്തിന്റെ മതിലകത്തെ പിടിച്ചു വെച്ചുകൊണ്ട് നമ്മന്റെ അള്ളാഹുവിന്റെ കക്കൂസാണെന്നും പറഞ്ഞ് കരയുന്നവന്മാരെയാണ് എനിക്ക് മനസ്സിലാകാത്തത്. കെദ്രോൺ താഴ്വര, ഒലിവ് മല, ഷീലോഹാക്കുളം, ഇതിലോട്ട് താഴോട്ട് ഇറങ്ങിപ്പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഷീലോഹാക്കുളം കാണാൻ പറ്റും. ദൈവവചനത്തിൽ എന്തൊക്കെയാണോ എഴുതിയിരിക്കുന്നത് അത് മുഴുവനും മനസ്സിലായോ? കണ്ടോ? ഇസ്രായേൽ ഹായ്. ഇതാണ് നമ്മുടെ ഒലിവ് മല. നമ്മുടെ സ്വർണം അണിഞ്ഞിരിക്കുന്ന കണക്കിരിക്കുന്നില്ലേ? സൂര്യപ്രകാശം അടിച്ചപ്പോഴത്തേക്കും ഒരു സ്വർണ്ണ മല പോലെ ഇരിക്കുവാണല്ലേ. നമ്മുടെ കർത്താവിന്റെ പാദങ്ങൾ പതിയാനുള്ള ഞാൻ എപ്പോഴും പറയുന്നതാണ്, ക്രിസ്ത്യാനികളെ, നിങ്ങൾ ദയവ് ചെയ്ത് എന്നെ ഭാഷ പഠിപ്പിക്കാനോ എന്നെ സഫിത പഠിപ്പിക്കാനോ നിങ്ങൾ വരരുത്. ഞാൻ നിങ്ങളുടെ അടുത്ത് കേണപേക്ഷിക്കുകയാണ്. ദയവ് ചെയ്ത് നിങ്ങളുടെ അബദ്ധത്തിൽ നിങ്ങൾ എന്നെ ഭാഷ പഠിപ്പിക്കാനും സഭ്യത പഠിപ്പിക്കാനും നിങ്ങൾ അതിന് തുനിയരുത്. ദയവ് ചെയ്ത് ഞാൻ നിങ്ങളോട് പറയുകയാണ്, കാര്യങ്ങൾ മനസ്സിലാക്കുക, കാര്യത്തിന്റെ ഗൗരവം തിരിച്ചറിയുക. ഞാൻ കുഞ്ഞുമാവയൊന്നുമല്ല. ഇന്ന് എൻ്റെ ബർത്ത്ഡേയും ദിവസവും കൂടിയാ, മനസ്സിലായോ? എൻ്റെ ജന്മദിനവും കൂടിയാണ്. അല്ലാതെ ഞാൻ വെറും കേവലം കുഞ്ഞുമാവയൊന്നും അല്ലെന്നേ. നിങ്ങൾ ഈ കാണുന്ന റീനയ്ക്ക് 42 വയസ്സ് തുടങ്ങുകയാ. 41 കഴിഞ്ഞു 42ലേക്ക് ഞാൻ പോകുകയാണ്. എന്റെ ജീവിതത്തിൽ ഒരു മനുഷ്യന്റെ ആയുസ് ഏറിയാൽ 70 അല്ലെങ്കിൽ 80 എന്നാ വചനം പറയുന്നത്. ജീവിതത്തിന്റെ പാതി ആയുസൊക്കെ കടന്നുപോയ ആളാണ്. ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചും പക്വതയാർജിച്ചും ജീവിതത്തിൽ ഞാൻ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന വ്യക്തിയാണ്. അല്ലാതെ ഞാൻ കുഞ്ഞുമാവയും കുഞ്ഞുമാവയും ഒന്നുമല്ല എന്നുള്ളത് മനസ്സിലാക്കിക്കൊള്ളുക പ്രിയ സഹോദരങ്ങളെ. എന്തിനാണ് ഞാൻ ഈ കാര്യങ്ങൾ നിങ്ങളോട് പറയുന്നത്? ജീവിതം എന്ന് പറയുമ്പോഴത്തേക്കും നിങ്ങൾ പക്വതപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ, നമ്മളെ പഠിപ്പിച്ചു വെച്ചിരിക്കുന്നത് മുഴുവനും എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ദൈവത്തെ ഓർത്ത് നാട്ടുകാരുടെ മുമ്പിൽ വളരെ മാന്യമായ സർട്ടിഫിക്കറ്റ് ഒക്കെ മേടിക്കാൻ നമ്മളെ പഠിപ്പിക്കുകയാണ്. സാത്താന്റെ മുമ്പിൽ തലതാഴ്ത്തിക്കൊടുത്ത് തോറ്റുകൊടുത്താൽ ദൈവം എന്തോ സന്തോഷിച്ച് ആനന്ദിക്കും, സ്വർഗത്തിൽ അങ്ങ് നേരിട്ട് എടുത്തോണ്ട് പോകും. സാത്താൻ കുഞ്ഞുങ്ങൾ തെറി വിളിക്കുമ്പോഴും സാത്താൻ കുഞ്ഞുങ്ങൾ ആഭാസത്തരം കാണിക്കുമ്പോഴും സാത്താൻ കുഞ്ഞുങ്ങൾ വൃത്തികേട് കാണിക്കുമ്പോഴും അവരുടെ മുമ്പിലേക്ക് നിന്നിട്ട് ശ്വാത്രം കർത്താവേ ശ്വാത്രം നമ്മളൊന്നും പറയരുത് എന്ന് നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ, സാത്താൻ ഊളത്തരത്തിന് മിണ്ടാതിരുന്നു കഴിഞ്ഞാൽ അവർ സ്വർഗത്തിലേക്ക് ദൈവം കൊണ്ടുപോകും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, കർത്താവ് കണ്ടോ, നീ സാത്താൻ നിന്നെ തെറി വിളിച്ചിട്ടും കണ്ടോ, നീ മിണ്ടാതിരുന്നില്ലേ, നന്മക്കുട്ടിയല്ലേ, അച്ചിച്ചു മോളല്ലേ, ചക്കരപ്പന്നല്ലേ.
ഒരു മിനിറ്റ്. യഹൂദം കുഞ്ഞുങ്ങളെല്ലാം, യഹൂദന്മാരെല്ലാം ഇന്നത്തെ റോഷനയുടെ പ്രത്യേകതയാണ്. ഒരു പാട്ടും പാടി ദാവീദിന്റെ നഗരമാണത്. നല്ല മനോഹരമായൊരു സംഭവമാണ്. യഹൂദന്മാർ ഇന്നത്തെ ദിവസം ആ ഒരു പാട്ടും പ്രാർത്ഥനയുമായിട്ടൊക്കെ ഇരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ക്രിസ്ത്യാനികളെ പഠിപ്പിച്ചു വെച്ചിരിക്കുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, എന്താ, സാത്താൻ കുഞ്ഞുങ്ങൾ തെറി വിളിക്കുമ്പോഴും സാത്താൻ കുഞ്ഞുങ്ങൾ അത് പറയുമ്പോഴും സാത്താൻ കുഞ്ഞുങ്ങൾ ഇത് പറയുമ്പോഴെല്ലാം നിങ്ങൾ മിണ്ടോതെ മൗനമായിരുന്നിട്ട് ശ്വാത്രം 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 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവം, ഓ കണ്ടോ എന്റെ കുഞ്ഞുങ്ങൾ എത്ര മാന്യന്മാരാണ്, എന്റെ കുഞ്ഞുങ്ങൾ എത്ര സഭ്യതയുള്ളവരാണ് എന്ന് പറഞ്ഞ് നിങ്ങൾ നേരെ പരലോകത്തിൽ ഉടലോടെ വേണമെങ്കിൽ എടുത്തോണ്ട് പോയി കളയും കർത്താവ്. കാരണം സാത്താനോടൊക്കെ നിങ്ങൾ തലതാഴ്ത്തി വണക്കം 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 എന്ന് പറഞ്ഞ് നിൽക്കുകയല്ലേ. പക്ഷെ നിങ്ങൾ ദൈവത്തെ എന്ത് ഊളത്തരം വിളിച്ചു നോക്കിയേ. കഴിഞ്ഞ ദിവസം ഞാൻ കണ്ടൊരു കാഴ്ചയാണ്. ദൈവത്തെ അങ്ങ് വർണ്ണിക്കുന്നു പോലും. കർത്താവിന്റെ പ്രവൃത്തിയെ 33 വർഷക്കാലം ജീവിച്ച് വീഡിയോ ഇറക്കിയിട്ടിരിക്കുക. ക്രിസ്ത്യാനികളെ വീഡിയോ ഇറക്കിയത് 33 വർഷക്കാലം ഭൂമിയിൽ ജീവിച്ച കർത്താവിനെ അങ്ങ് പ്രശംസിച്ച് വീഡിയോ ഇറക്കിയിരിക്കുക. അപ്പം വീഡിയോയിൽ എങ്ങനെയാണ് ഡയലോഗ് വരുന്നതെന്ന് കേൾക്കണോ നിങ്ങൾക്ക്? അവൻ 33 വർഷക്കാലം ഇസ്രായേൽ ജീവിച്ചു, യഹൂദനായി അവൻ ജനിച്ചു, അവൻ 3.5 വർഷക്കാലം അനേകരെ സൗഖ്യമാക്കി, അവൻ ഭൂതങ്ങളെ പുറത്താക്കി, അവൻ നടന്നുപോയ വഴിത്താരകളിലെല്ലാം തന്നെ ജനങ്ങൾ മുഴുവനും സൗഖ്യമാർജിച്ചു, അവൻ കാൽവരി കുരിശിലേക്ക് യാഗം നടന്നു നീങ്ങി എന്നൊക്കെ പറഞ്ഞ് അടിച്ചങ്ങ് വിടുകയാണ്. പറഞ്ഞവൻ എന്റെ കൈ കിട്ടിയാലുണ്ടല്ലോ കാരണം അടിച്ച് പൊളിക്കും. അങ്ങനെയുള്ള ചെറ്റകൾ എന്റെ കൈ കിട്ടിയാൽ ദൈവത്തെ വർണ്ണിക്കുന്നു, ദൈവത്തെ അങ്ങ് മഹത്വപ്പെടുത്തുന്നു ഒക്കെ പറയുമ്പോഴും അവൻ ഇവൻ എന്നൊക്കെ പറഞ്ഞേ പറയത്തുള്ളൂ. അവൻ നമുക്ക് വേണ്ടി അങ്ങ് കാൽവരി ക്രൂശിൽ യാഗമായി തീർന്നു. വല്ല അച്ഛനോ പുരോഹിതനോ വരുമ്പോഴത്തേക്കും ആ അച്ഛനോടും പുരോഹിതനോടും ഇതേ ഡയലോഗ് ഒന്ന് പറയണം. അവൻ മലപ്പുറത്തുനിന്ന് യാത്ര ചെയ്ത നമ്മുടെ അടുത്ത് പ്രസംഗിക്കാൻ വേണ്ടി കോഴിക്കോട് വന്നിരിക്കുന്നതെന്ന് പറഞ്ഞു നോക്കിയേ ഈ അച്ഛനെ. നമ്മുടെ മുമ്പിലിരിക്കുന്ന പുരോഹിതൻ എന്തുവാ മാത്യു കുഞ്ഞാട്. നമ്മുടെ മുമ്പിലിരിക്കുന്ന പുരോഹിതൻ എന്താ പറയുന്നത്, എൻ്റെ പേരെന്താ, ഏതെങ്കിലും ഒരു പേരിരിക്കട്ടെ, ഒരു പുരോഹിതൻ. അവൻ വയനാട്ടിൽ നിന്നും യാത്ര ചെയ്താണ് അവൻ നമ്മളോട് പ്രസംഗിക്കാൻ, നമുക്ക് കുർബാന അർപ്പിക്കാൻ അവൻ ഇവിടെ തിരുവനന്തപുരത്ത് വന്നിരിക്കുന്നതെന്നൊന്ന് പറഞ്ഞു നോക്കിയേ. വിവരം അറിയും, വിവരം നിങ്ങൾ അല്ലേ, വിവരം അറിയത്തില്ലേ? ഇവിടെ ചെറ്റ ക്രിസ്ത്യാനിയെ, നിനക്ക് ദൈവത്തെ പോലും ബഹുമാനിക്കാൻ അറിയാത്ത ചെറ്റകള് നാട്ടുകാരുടെ മുമ്പിൽ സവ്യത നടിക്കുക. സവ്യത നാട്ടുകാരുടെ മുമ്പിൽ അങ്ങ് വിശുദ്ധി അങ്ങ് അടിച്ചങ്ങ് വിടുക. സാത്താനായി നിൽക്കുന്നവന്റെ മുമ്പിൽ ഓച്ചാൻസും തലകുനിച്ചും അവന് ബഹുമാനം കൊടുക്കും. പക്ഷെ ദൈവത്തെ പട്ടിയെക്കാളും കേവലമായിട്ടാണ് നടത്തുന്നതും പട്ടിയെക്കാളും കേവലമായിട്ടാണ് ദൈവത്തോട് അവന്മാർ പ്രതികരിക്കുന്നതും. അവന്റെ ആ പോക്കറ്റിൽ വെച്ച് അവനെ ഉണ്ടാക്കിയിട്ടതുപോലെയാ ഇവനൊക്കെ ദൈവത്തെ വിളിക്കുന്നത്. അവനെന്നും ഇവനെന്നും പാച്ചർമാരിൽ നിന്ന് സ്റ്റേജിൽ നിന്ന് പ്രസംഗിക്കുന്നത് കാണാം. എന്താ പ്രസംഗിക്കുന്നത് പാച്ചർമാർ സ്റ്റേജിൽ നിന്നിട്ട്? അവൻ നമുക്ക് വേണ്ടി കാൽവരി ക്രൂശിൽ യാഗമായി തീർന്നു, നീ അവിടുത്തെ നാമത്തെ അയച്ച് ഇവർക്ക് സൗഖ്യം കൊടുക്കണമേ, നീ ഒന്ന് ഇവിടേക്ക് ഇറങ്ങി വന്ന് ഈ ജനത്തോട് ഇടപെടണമേ എന്നൊക്കെ പറഞ്ഞ് തള്ളി അങ്ങ് മറയ്ക്കും. കാലിസ്റ്റസ് ജോസഫ്, എന്താടാ ഊള നിനക്ക്? സത്യം പറയുമ്പോഴത്തേക്കും നിനക്ക് പൊങ്ങുന്നോ? നീ വല്ല അച്ഛന്റെയും ഗുണ്ടനാണോടാ? എടാ ഗുണ്ടനടി കാലിസ്റ്റേ, നീ വല്ല അച്ഛനും കുനിഞ്ഞു നിന്ന് കൊടുക്കുന്ന ഗുണ്ടനാണോ? കാലിസ്റ്റസ് ജോസഫ്, അച്ഛന്മാർക്ക് കുനിഞ്ഞു നിൽക്കുന്ന ഗുണ്ടന്മാർക്കുള്ളതല്ലടാ ഈ പേജ്. നിനക്ക് സത്യം പറയുമ്പോ പൊള്ളലുണ്ടെങ്കിൽ മനസ്സിലായോ? അങ്ങനെ അല്ലേ, ചെന്ന് അച്ഛന്മാരുടെ അടുത്ത് പോയി നിന്നാ മതി ആ പരിപാടി അർപ്പിക്കാനായിട്ട്. ഇങ്ങോട്ട് വരണ്ട നീയൊക്കെ വിവരം കെട്ടവന്മാരെ. ജനങ്ങളെ മുഴുവനെയും പറഞ്ഞ ദൈവത്തോട് ഭയവും ദൈവത്തോട് കൂറുമില്ലാത്തവന്മാരാക്കി വെച്ചു. സാത്താന്റെ മുമ്പിൽ മുട്ടുമടക്കാനും സാത്താന്റെ മുമ്പിൽ ഓച്ചാനിച്ച് നിൽക്കാനും സാത്താനെ കാണുമ്പോൾ വഴിമാറിക്കൊടുക്കുവാനും സാത്താനെ കാണുമ്പോൾ
നന്മ ചെയ്യുന്ന പോലും, നമ്മളൊക്കെ ഭയങ്കര വിശുദ്ധന്മാരാകുന്ന പോലും, ഭയങ്കര മാന്യന്മാരായി ജീവിക്കുന്ന പോലും സാത്താന്റെ മുമ്പിൽ ഓച്ചാനിച്ച് നിന്നാണോ നിന്റെയൊക്കെ മാന്യത കാണിക്കേണ്ടത്? വിവരം കെട്ടവന്മാരെ, നിന്നെയൊക്കെ പഠിപ്പിച്ചിട്ടുണ്ടോ സാത്താൻ ആരാണെന്ന് പറഞ്ഞിട്ട്? ഇന്ന് ലോകത്തിൽ ഇറങ്ങി നിൽക്കുന്ന സാത്താനിക ശക്തിയാണ് ഈ അലക്സ കക്കൂസ് ഉണ്ടാക്കിയിട്ടവൻ. ഈ അലക്സ കക്കൂസ് ഉണ്ടാക്കിയിട്ടവനാണ് ഇന്ന് ലോകത്തിൽ ഇറങ്ങി നിൽക്കുന്ന ഏറ്റവും വലിയ സാത്താനിക ശക്തി എന്ന് പറയുന്നത്. ദൈവവചനമൊക്കെ പോയിരുന്നു വായിരണ്ട ഊളകളെ, എന്റെ പേജിൽ വന്ന് അടിവാങ്ങിച്ച് ചാകാതെ വിവരം കെട്ടവന്മാരെ, പോയിരുന്നു ദൈവവചനം വായിര്. ദൈവവചനത്തിൽ വളരെ വ്യക്തമായ 2 തെസ്സലോനിക്കർക്ക് എഴുതിയ ലേഖനത്തിൽ പറയുന്നു, അവൻ ദേവാലയത്തിലിരുന്നു കൊണ്ട് ദൈവമെന്നും പൂജാ വിഷയമെന്നും സകലത്തിനും മീതെ തന്നെത്താൻ ഉയർത്തുന്ന എതിരാളി അത്രേ. അവൻ ദേവാലയത്തിലിരുന്നു കൊണ്ട് ദൈവമെന്നും പൂജാ വിഷയമെന്നും തന്നെത്താൻ ഉയർത്തുന്ന എതിരാളി അത്രയെന്നാ പഠിപ്പിച്ചിരിക്കുന്നത്. ആ ദേവാലയം ഇരുന്ന സ്ഥലത്താണ് ഏറിയിരുന്നിട്ട് തള്ളാകു കുക്കുംബർ മാത്രമേ ദൈവം എന്ന് പറഞ്ഞുകൊണ്ട് തന്നെത്താൻ അങ്ങ് ഉയർത്തിക്കൊണ്ട് തള്ളിമറച്ചോണ്ടിരിക്കുകയാ. വചനം എത്രയോ സത്യം. 2 തെസ്സലോനിക്കർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം ഒന്നെടുത്ത് പോയി വായിര്. വിവരം കെട്ട ക്രിസ്ത്യാനിയെ, എന്നെ കേൾക്കാൻ വരുന്നവനെ വിശുദ്ധനായിട്ട് നടക്കണമെന്നും ഭയങ്കര വിശുദ്ധി ചമഞ്ഞ് സഭ്യത പഠിപ്പിക്കാനും ഒക്കെ ഇറങ്ങിയിരിക്കുന്നവരെല്ലാം വചനമൊക്കെ ഒന്ന് വായിച്ച് ഈ കാലഘട്ടമെങ്കിലും തിരിച്ചറിയി. ഇനിയൊക്കെ നിങ്ങൾക്കൊക്കെ ജീവിക്കണമെന്നുണ്ടെങ്കിൽ സാത്താനോട് പോരാടി നിൽക്കാനുള്ള ശക്തി ആർജിച്ചോണം. സാത്താനെ സാത്താനായി കാണണം. പിശാചിനോട് എതിർത്ത് നിൽപ്പിൻ, എന്നാൽ അവൻ നിങ്ങളെ വിട്ട് ഓടിപ്പോകുമെന്നാ വചനം പറയുന്നത്. അല്ല പിശാചിനോട് ഓച്ചാനിച്ച് നിൽക്കാനല്ല, പിശാചിനെ സുഖിപ്പിച്ചു കൊടുക്കാനല്ല, പിശാചിനോട് എതിർത്ത് നിൽക്കാനാ ദൈവവചനം പഠിപ്പിക്കുന്നത്. ഫ്രാൻസിസ് പൂനാറ് ആദ്യം സ്വന്തം പ്രൊഫൈലൊക്കെ ഇട്ടിട്ട് വന്നിട്ട് കമന്റ് ഇട്ടാൽ മതി കേട്ടോ. തന്തയ്ക്ക് പറഞ്ഞവനാണെങ്കിൽ സ്വന്തം പ്രൊഫൈലൊക്കെ ഇട്ട് വന്ന് കമന്റ് ഇട്. അല്ലാതെ പേടിച്ച് ഊളകളെ പോലെ വെയ്ക്കടിയിൽ വന്നിട്ട് എന്നെ വേണ്ട പറഞ്ഞിട്ട് പോകാമെന്നുള്ള ആവേശമൊക്കെ അതും കയ്യിലങ്ങ് വെച്ചേച്ചാൽ മതി. മനസ്സിലായോ? ആ പൂനാർ അങ്ങോട്ട് ചെല്ല്. നമുക്ക് പൂവും കായും ഒക്കെ പിന്നീട് നമുക്ക് പറയാം കേട്ടോടാ. ഓക്കെ, അതുകൊണ്ട് ഫേക്ക് ഐ ഡിയിൽ വന്നുള്ള തള്ളിമറിക്കുന്നവന്മാർക്ക് എന്റെ പേജിൽ പിന്നീട് ഒരിക്കലും ബ്ലോക്ക് ചെയ്ത് ഞാൻ കളഞ്ഞാൽ പിന്നെ അടുത്ത ഫേക്ക് ഐ ഡി ഉണ്ടാക്കി നീ വന്നിരുന്ന് കുത്തിയിരുന്ന് കാണണം, കരയണം. അല്ലാതെ എന്റെ വീഡിയോയ്ക്കകത്ത് ഇനി വന്നിരുന്ന് കരയാനുള്ള അവസരം ഞാൻ തരില്ല. എടുത്തങ്ങ് തോട്ടിലെറിയും. മനസ്സിലായോ? എടുത്തങ്ങ് ഞാൻ തോട്ടിലോട്ടങ്ങ് ഇറങ്ങി ഫേക്ക് ഐ ഡി കയറി വരുന്നവന്മാരെ. പിന്നെ വീഡിയോ കാണാൻ പറ്റാൻ വേണ്ടിയിട്ട് അടുത്ത ഐ ഡി നിങ്ങൾ ഉണ്ടാക്കി കയറേണ്ട ഗതികേട് വരും. അതുകൊണ്ട് ഫേക്ക് ഐ ഡിയിൽ വന്നിട്ട് ആർത്തരം കാണിക്കാതെ നല്ല തന്തയ്ക്ക് പറഞ്ഞവന്മാരാണെങ്കിൽ സ്വന്തം ഐ ഡി ഇട്ടിട്ട് സ്വന്തം മുഖവും ഇട്ടിട്ട് നീയൊക്കെ ഇങ്ങോട്ട് വാ. ഞാൻ ലൈവിൽ നല്ലേ സംസാരിക്കുന്നത്, എന്നോട് പറയാൻ അത്രയ്ക്ക് താല്പര്യമാണെങ്കിൽ. ആണോ? അന്ത്യകാലഘട്ടത്തിൽ കർത്താവ് നടന്നുപോയ വഴിത്താരകൾ, അത് ഈ കാണുന്നത് കെദ്രോൺ തോടാണ്. ബൈബിളിൽ കൂടെ രേഖപ്പെടുത്തിയിരിക്കുന്ന ഒരു വാക്യമാണ് കെദ്രോൺ തോടെന്ന് പറയുന്നത്. മനസ്സിലായോ? ബൈബിളിൽ കൂടെ പറയുന്ന ഒരു വാക്യമാണ് കെദ്രോൺ തോട്. കർത്താവ് കെദ്രോൺ തോട് കടന്നു. കർത്താവ് കെദ്രോൺ തോട് കടന്നിട്ട് കർത്താവ് യെരുശലേം ദേവാലയത്തിലേക്ക് പോയി എന്ന് പറഞ്ഞിട്ട്, ഇനിയെങ്കിലും കണ്ണു തുറക്ക് ജനമേ, സത്യങ്ങളെ തിരിച്ചറിയുവാനും. യെശയ്യാപ്രവചനം 2-ാം അധ്യായത്തിൽ പറയുന്ന കാര്യം, യെരുശലേമിൽ നിന്ന് ദൈവവചനവും സിയോനിൽ നിന്നും ഉപദേശവും പുറപ്പെടുന്നു എന്നാ പറയുന്നത്. ദൈവവചനം പുറപ്പെടുന്നത് എവിടുന്നാ? യെരുശലേമിൽ നിന്നാ. ഇന്ന് യെരുശലേമിൽ കർത്താവ് നടന്നുപോയ അതേ വഴിത്താരകളിലൂടെ ഞാൻ നടന്നുപോയി നിങ്ങളോട് സംസാരിക്കുന്നുണ്ടെങ്കിൽ ഇനിയെങ്കിലും ഒന്ന് കണ്ണു തുറക്ക്. ഇനിയെങ്കിലും ഒന്ന് കണ്ണു തുറക്ക്. ആരുടെ മുമ്പിലാണ് നിങ്ങൾ ഓച്ചാനിച്ച് നിൽക്കുന്ന? നിങ്ങളെ പഠിപ്പിക്കുന്ന പുരോഹിതന്മാരും നിങ്ങളെ പഠിപ്പിക്കുന്ന പാച്ചർമാരെന്ന് പറയുന്ന ഊളകളെല്ലാം അവന്റെ സ്വന്തം വയറ്റിപ്പിഴപ്പിന് വേണ്ടിയിട്ട് ദൈവവചനത്തെ വിറ്റ് കാശാക്കി തിന്നുന്നവന്മാരാ. അവന്മാർക്ക് ദൈവവചനം എന്ന് പറയുന്നത് പുല്ലുവിലയാ. കർത്താവിന്റെ മുമ്പിൽ എന്ത് തോന്നിവാസവും കാണിക്കും. കുമ്പസാര കൂട്ടിൽ വെച്ച് കുഞ്ഞുങ്ങളെ ബലാത്സംഗം ചെയ്യും. പാസ്റ്റർമാര് പുൽപ്പിറ്റിൽ പ്രസംഗിക്കുന്ന പുൽപ്പിറ്റിൽ തന്നെ പായ് മടക്കിയതിനു ശേഷം അതിനകത്ത് കിന്നരവും ഗൾഫിൽ പോയ ഭർത്താക്കന്മാരുടെ ഭാര്യമാരുടെ കൂടെ ഓച്ചാനിക്കലും ഒക്കെയാണ് നടത്തുന്നത്. അനിൽ കൊഴുത്തീട്ടം എന്ന് പറയുന്നവൻ പട്ടിയുടെ കൂടെയാ ശയിക്കുന്നത്. പട്ടിപ്പോകിയാ അവൻ. ഇതുപോലെയാണ് ഓരോരുത്തവന്മാരും. മനസ്സിലായോ? മനസ്സിലായോ? അതുകൊണ്ട് ഇനിയെങ്കിലും മനസ്സിലാക്ക്, കാലത്തിനനുസരിച്ച് മാറി ചിന്തിക്ക്.
നിങ്ങൾ മനുഷ്യരുടെ മുമ്പിൽ നല്ല പിള്ള ചമയാനും നാട്ടുകാരുടെ സർട്ടിഫിക്കറ്റ് മേടിക്കാനും നിന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആര് സർട്ടിഫിക്കറ്റ് തരും? എല്ലാവന്മാരും തരുമോ? ഇന്ന് ഞാൻ എന്നെ തെറി വിളിക്കുന്നവന്മാരും എന്നെ ആഭാസം പറയുന്നവന്മാരും എന്റെ പേജിൽ കയറി ഊണത്തരം പറയുന്നവന്മാർക്കെല്ലാം ഞാൻ മിണ്ടാതെ ഓച്ചാനിച്ച് നിന്ന് കൊടുത്താലുണ്ടല്ലോ, എന്നും കുന്നും റീനയെ നിങ്ങൾ വാഴ്ത്തിപ്പാടുവോ? ഈ പറയുന്ന പാസ്റ്റർമാരും പുരോഹിതന്മാരും എല്ലാം എന്ത് നല്ല കുഞ്ഞാന്നറിയാമോ റീന? ദൈവവചനം യെരൂശലേമിൽ നിന്നും പറയുന്ന സഹോദരിയാണെന്ന് പറഞ്ഞ് എനിക്ക് സർട്ടിഫിക്കറ്റ് തരുമോ അവര്? അപ്പോഴും ഈ ഊളകള് അവന്മാരുടെ സ്വഭാവത്തെ, അവന്മാരുടെ ദൈവത്തെ വിറ്റ് കാശാക്കി തിന്നുന്നവന്മാരെ ഞാൻ കാലേ വാരി അടിക്കുന്ന ഒറ്റ കാരണം കൊണ്ട് അപ്പോഴും എന്നെ കുറിച്ച് അസഫിയല്ലേ പറയത്തുള്ളൂ. ഷാനവാസ് പലവേലെ, നിനക്ക് കഴിഞ്ഞ ദിവസം നല്ലതുപോലെ നിന്നെ കണ്ടം വഴി അടിച്ചോടിച്ചതാ ഞാന്. പിന്നെ എന്റെ സമയം മെനക്കെടുത്താൻ വേണ്ടി ഇന്നും നീ വന്ന് ലൈവ് ഇട്ട് കമന്റ് ഇട്ട് എന്റെ സമയം കളയണ്ട. അതുകൊണ്ട് ഷാനവാസ് പലവേലയ്ക്ക് ഇപ്പൊ മാറിയിരുന്ന് പുതപ്പിനടിയിൽ പോയിരുന്ന് കരയാം. നിന്നെ ഞാൻ ബ്ലോക്ക് ചെയ്തിട്ടുണ്ട്. പറഞ്ഞ മനസ്സിലായോ? കഴിഞ്ഞ ദിവസങ്ങളിൽ അടി മേടിച്ചവന്മാർ ഇന്നും കരയാൻ അടി മേടിക്കണമെന്നും ബ്രാനോട് കൂടെ വന്നിട്ട് കമന്റ് ഇടുകയാണെങ്കിൽ ബ്ലോക്ക് ചെയ്ത് മൂലയിൽ കൊണ്ടിടും. ഞാൻ ഒരു പ്രാവശ്യം അടി തന്നു, ഒരു ലൈവിൽ ഞാൻ തന്നിട്ടുണ്ട്, നിന്നെ നിർത്തി അടിച്ചിട്ടുണ്ട് ഷാനവാസ് പലവേലയെ. അടിയെന്ന് പറഞ്ഞിട്ട് ഉമ്മാന്റെ കൊതത്തിനകത്ത് മിസൈൽ അടിച്ച് കയറ്റിയാ ഞാൻ അടിച്ചടി. ഇതിൽ കൂടുതൽ നിന്നെ അടിക്കേണ്ട കാര്യം എനിക്ക് വരുന്നില്ല. അത്രത്തോളം നിന്നെ അടിച്ചിട്ടുണ്ട്. നിന്റെ ഉമ്മയും ആകാശമണ്ഡലങ്ങൾ പൊട്ടിത്തെറിച്ച്, നിന്റെ ബുവാപ്പയും പൊട്ടിത്തെറിച്ച്, നീയും പൊട്ടിത്തെറിച്ച് അത്ത് കഴിഞ്ഞു. പിന്നെയും വന്ന് അല്പം സമയം കളയാൻ വേണ്ടിയിട്ട് ഇപ്പൊ ഷാനവാസ് പലവേല ഇതിനകത്ത് കയറിക്കഴിഞ്ഞാൽ പലവേലയ്ക്കുണ്ടായവനെ ഇതിനകത്ത് കൂടുതൽ നേരം ഞാൻ വെച്ചിരിക്കത്തില്ല. പറഞ്ഞ മനസ്സിലായോ? എന്നാ ചെല്ല്. ബേബി CV റീന, വൺ റിക്വസ്റ്റ്, ദൈവത്തിന്റെ വചനങ്ങൾ പറയുമ്പോൾ നെഗറ്റീവ് കമന്റ് റിപ്ലൈ കൊടുക്കാതിരിക്കുക. കൊടുത്താൽ തന്നെ അവരുടെ രീതിയിലേക്ക് പോകാതിരിക്കുക. നിങ്ങൾ എന്തിനാണ് എന്നെ ഉപദേശിക്കാൻ ഇറങ്ങിയിരിക്കുന്നത്? നിങ്ങൾ ആരാണ് എന്നെ ഉപദേശിക്കാൻ? എനിക്കറിയത്തില്ലേ ഊളകളെ, എനിക്ക് എങ്ങനെ സംസാരിക്കണമെന്നും എങ്ങനെ പറയണമെന്നൊക്കെ. ദൈവവചനം സംസാരിക്കുന്ന സമയത്ത് എന്ത് പറയണം എന്നുള്ളത് എന്റെ ഉള്ളിലിരിക്കുന്ന പരിശുദ്ധാത്മാവിനറിയാം. മനസ്സിലായോ? നിങ്ങൾ കണ്ടുവച്ചിരിക്കുന്ന പരിശുദ്ധാത്മാവിന് കർത്താവിനെ പറ്റിച്ച് കാശ് മേടിച്ച് തിന്നുന്ന പരിശുദ്ധാത്മാവ്, ശമ്പട വാടാ റൂബല വാടാ എന്ന് പറയും. കൂടിപ്പോയ എന്ത് ചെയ്യും? പിച്ചെടുക്കുന്ന പരിശുദ്ധാത്മാവിനെയാണ് നിങ്ങൾ കണ്ടുവച്ചിരിക്കുന്ന പരിശുദ്ധാത്മാവ്. അത് നിങ്ങളുടെ കൂതറ പാസ്റ്റർമാരും കൂതറ പുരോഹിതന്മാരും പഠിപ്പിച്ചതാ. എന്നാൽ ദൈവത്തിന്റെ ആത്മാവ് ഇറങ്ങി വരുന്ന ആത്മാവിനെ കുറിച്ച് നിനക്കൊന്നും അറിയത്തില്ലടാ, വിവരം കെട്ടവന്മാരെ. എന്റെ പേജിൽ നിന്ന് ഇറങ്ങിപ്പോ ഊളകളെ. ആണും പെണ്ണും കെട്ട ശിഖണ്ഡികളായിരിക്കുന്നവന്മാരും പേടിക്കുന്നവന്മാരും ദൈവവചനം അറിയാത്തവന്മാരും എന്റെ പേജിൽ കയറി നിന്ന് സംസാരിക്കരുത്. നിങ്ങൾക്കറിയില്ല പരിശുദ്ധാത്മാവിനെങ്കിൽ നിങ്ങൾ മിണ്ടരുത്. ദൈവാത്മാവിനെ നിങ്ങൾക്കറിയില്ലെങ്കിൽ നിങ്ങൾ മിണ്ടരുത്. നിങ്ങളെ പഠിപ്പിച്ചു വെച്ചിരിക്കുന്നത് തിരിച്ചു മറുപടി കൊടുത്തു കഴിഞ്ഞാൽ, അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ, ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ, ദൈവവചനം പറയുന്ന വ്യക്തിക്ക് ഇങ്ങനെ പറയാൻ പാടില്ല, അങ്ങനെ പറയാൻ പാടില്ല എന്ന് നിങ്ങൾ വേണ്ടാധീനം പഠിപ്പിച്ച് തലച്ചോറിനകത്ത് കുത്തിക്കയറ്റി വെച്ചിരിക്കുകയാണ് ഈ ചെറ്റകൾ. അതുകൊണ്ട് എന്തോ അവന്മാർക്ക് ലാഭമായി ഈ ചെറ്റകൾ. അതുകൊണ്ട് എന്ത് ചെയ്യുക? ദൈവത്തെ പറ്റിച്ച് കാശാക്കുക. പിശാചിനോട് എതിർത്ത് നിന്നുകൊണ്ട് അവനെ ഫ്രണ്ട് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവം കോപിച്ച് ഓടിക്കളയും. പിന്നെയോ ദൈവത്തെ പറ്റിച്ച് തിന്ന് അണ്ണാക്കിനകത്തോട്ടിട്ട് കോടികൾ ഉണ്ടാക്കി വെച്ച് സുഖിച്ച് പൊളയ്ക്കുന്നവന്മാർക്ക് എല്ലാവർക്കും ദൈവം ശവിച്ചങ്ങ് കൊടുക്കും. ഭയങ്കര ദൈവത്തെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ പരിചയപ്പെട്ട ദൈവത്തിന്റെ പേരും പറഞ്ഞുകൊണ്ട് എന്റെ അടുത്ത് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയത്തില്ല ഞാൻ യെരൂശലേമിലാ നിൽക്കുന്ന, അടിക്കുന്ന അടിയിൽ എവിടം വരെ ഞാൻ അടിച്ചു ഓടിക്കും എന്ന് പറഞ്ഞിട്ട്. പറഞ്ഞ മനസ്സിലായോ? നിങ്ങൾ പഠിച്ചു വെച്ചിരിക്കുന്ന ദൈവത്തെ നിങ്ങൾ എന്നെ പഠിപ്പിക്കാൻ വേണ്ടി ഇങ്ങോട്ട് വരണ്ടേ. എനിക്കറിയാം. ഞാൻ ഇസ്രായേലിന്റെ ദൈവത്തെയാണ് ഞാൻ വിളിക്കുന്നത്. യൂത്ത് ഹേ വൗഹേ എന്ന് പറയുന്ന അദോനായ് എന്ന് പറയുന്ന സർവശക്തനെയാണ് ഞാൻ വിളിക്കുന്നത്. സൈന്യങ്ങളുടെ ദൈവം എന്നാകുന്നു അവിടുത്തെ നാമം. പ്രതികാരത്തിന്റെ ദൈവവും കൂടിയാണ്. സാത്വാനിക ശക്തികളെ അടിക്കുന്ന അടിയിൽ കണ്ടം വഴിക്ക് ഓടിക്കുന്ന ദൈവത്തെയാ ഞാൻ കണ്ടു വളർന്നതും മനസ്സിലാക്കിയതും പഠിച്ചതും. ഇത്രയും കാലം ഇസ്രായേലിൽ ഇരുന്നു കൊണ്ട് ഞാൻ മനസ്സിലാക്കിയതും ഇന്നും ഇസ്രായേൽ മക്കളോട് ആയുധമെടുത്ത് പോരാടാൻ പഠിപ്പിക്കുന്ന ദൈവമാ. അല്ല നിന്നെപ്പോലെ പേടിച്ച് കാലിന്റെ ഇടയിൽ കയറി ഒളിച്ചിരിക്കാൻ വേണ്ടിയിട്ട് ശിഖണ്ഡികളാക്കി കുഞ്ഞാടേ എന്ന് പഠിപ്പിച്ച് നീയൊക്കെ പേടിച്ച് അണ്ടത്തിൽ കയറി ഇരുന്നതുകൊണ്ടാണ് ഇന്ന് ക്രിസ്തീയ രാജ്യമായ ലെബനോൻ ഇന്ന് സാത്താൻ കുഞ്ഞുങ്ങളുടെ കയ്യിൽ കയറിയത്. ക്രിസ്തീയ രാജ്യമായ സിറിയ ഇന്ന് സാത്താൻ കുഞ്ഞുങ്ങളുടെ കയ്യിൽ കയറിയത്. ക്രിസ്തീയ രാജ്യങ്ങൾ മുഴുവനും വിട്ടുകൊടുത്ത് സാത്താൻ കുഞ്ഞുങ്ങളിലേക്ക് പോയത് നിന്നെയൊക്കെ വഴി നടത്തുന്ന കുറെ പുരോഹിതന്മാരും പാസ്റ്റർമാരെന്ന് പറയുന്ന ശിഖണ്ഡികൾ സാത്താന്റെ മുൻപിൽ ഓച്ചാനിച്ച് നിൽക്കുകയും ദൈവത്തെ പറ്റിച്ച് തിന്നുകയും ചെയ്യുന്നത് കൊണ്ടാ. അവന് ദൈവത്തെ പേടിയില്ല ഇവന്മാർക്ക്. നാട്ടുകാരുടെ മുമ്പിൽ മാത്രം സർട്ടിഫിക്കറ്റ് അങ്ങ് മേടിക്കും. നല്ല പിള്ള ചവനുമുണ്ട്. നാട്ടുകാരെല്ലാം
അയ്യോ നല്ല പാച്ചലാണ് കേട്ടോ. സേഫ് സോണിനകത്തിരുന്നു കൊണ്ട് ഗാലറിയിൽ നിന്നും കളി കാണുന്നവന്മാര് ഒന്ന് ഇറങ്ങിക്കളിച്ച് നോക്കണം, അറിയും വിവരം. ഒന്ന് ഇറങ്ങിക്കളിച്ച് സാത്താനോട് പോരാടി നോക്കണം, വിവരം അറിയും. അപ്പം ഇവന്മാർ എങ്ങനെ കണ്ടം വഴിക്ക് ഓടും എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പറഞ്ഞ മനസ്സിലായോ? അപ്പം ഏത് കണ്ടം വഴിക്ക് ഓടും എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റും. ഗാലറിക്കകത്തിരുന്ന് കാണുന്നവർക്കെല്ലാം സുഖമായിട്ടിരുന്ന് കാണാം. അങ്ങനെ ഗാലറിക്കകത്തിരുന്ന് കളി കാണുന്നവർ അവിടെ ഇരുന്ന് കണ്ടാൽ മതി, ഇങ്ങോട്ട് വരണ്ട ഞാൻ എങ്ങനെ കളിക്കണം എന്നുള്ളത് പറയാനായിട്ട്. പറഞ്ഞ മനസ്സിലായോ? ചെല്ല്. ദൈവവചനത്തെ പറ്റിച്ചും കാശുണ്ടാക്കിയും ദൈവത്തിന്റെ മുമ്പിൽ ഓച്ചാനിച്ച് നിൽക്കുന്നവന്മാർ സാത്താന്റെ മുമ്പിൽ ഓച്ചാനിച്ച് നിൽക്കും, സാത്താനെ പേടിച്ച് നിൽക്കും. സാത്താനെ തിരിച്ചു പറയാൻ പേടി. എന്തോ സാത്താനെ തിരിച്ചു പറഞ്ഞു കഴിഞ്ഞാൽ ദൈവം അങ്ങ് അടിച്ച് ഓടിച്ചു കളയും. സാത്താന് 2 കൊടുത്തു കഴിഞ്ഞാൽ, സാത്താൻ തീട്ടം മറി എറിഞ്ഞു കഴിഞ്ഞാൽ അവനെ അതേ തീട്ടത്തിൽ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ കർത്താവയ്യോ എന്റെ കുഞ്ഞ് തീട്ടമൊക്കെ വാരി എറിഞ്ഞോ കുഞ്ഞേ, അയ്യോ നീ അങ്ങനെ എറിഞ്ഞു, സാത്താന് നീ തീട്ടം വാരി എറിഞ്ഞാൽ ഞാൻ നിന്നെ നരകത്തിലിടും, നീ പിഴച്ചവള, നീ കൊള്ളാത്തവള, നീ വൃത്തികെട്ടവള, സാത്താനെ തീട്ടം വാരി നീ എറിഞ്ഞു കഴിഞ്ഞാൽ. പിന്നെയോ നീ വേണമെങ്കിൽ എന്നെ വിറ്റ് കാശാക്കിക്കോ, തെണ്ടിത്തിന്നോ നീ എന്നെ കൊണ്ടുപോയിട്ട്. പാച്ചർമാരൊക്കെ ചോത്തരം ശമ്പട വാടാ, റൂബല വാടാ, റീബല കടക, കൊടുക്കേ ദൈവത്തിന് കൊടുക്ക, നിന്റെ പോക്കറ്റിലുള്ളത് അടിച്ചു മാറ്റി കർത്താവിന്റെ അക്കൗണ്ടിലേക്ക് തള്ളി മറയ്ക്കുവാ പാച്ചർമാരൊക്കെ. കർത്താവിന്റെ പേരും പറഞ്ഞ് മേടിക്കുന്നവന്മാരെല്ലാം സ്വർഗത്തിലെ കർത്താവിന്റെ അക്കൗണ്ട് എടുത്തിട്ടിരിക്കുക. സ്വർഗത്തിൽ കർത്താവ് ഭിക്ഷ എടുക്കുക. പിണറായി വിജയന്റെ ഖജനാവ് കാലിയായതുപോലെ. മനസ്സിലായോ? പിണറായി വിജയന്റെ ഖജനാവ് കാലിയായതുപോലെ കർത്താവിന്റെ ഖജനാവ് അങ്ങ് കാലിയായി കിടക്കുക. അതുകൊണ്ട് കർത്താവ് അങ്ങ് തെണ്ടി തിന്നുന്നത് പോലെയാണ്. കർത്താവിന് കൊടുക്കെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെയൊക്കെ കർത്താവിനെ പറ്റിച്ചും ദൈവത്തെ പറ്റിച്ചും ഒരു ഉളുപ്പുമില്ലാതെ തിന്നുകയും സാത്താന്റെ മുമ്പിൽ ഓച്ചാനിച്ച് നിൽക്കുകയും ചെയ്യുന്നവരെ അയ്യോ കഷ്ടം. നാളുകൾ അടുത്തിരിക്കുന്നു, അന്ത്യകാലം അടുത്തിരിക്കുന്നു. യെരൂശലേം ഒലിവുമല ഇതിന് സാക്ഷിയാ. ഈ ഒലിവുമല കർത്താവിന്റെ കാല് ചവിട്ടാൻ പോകുന്ന ഈ ഒലിവുമല ഇതിന് സാക്ഷിയാ. യെരൂശലേമിൽ നിന്ന് ദൈവവചനവും സിയോനിൽ നിന്ന് ദൈവത്തിന്റെ ഉപദേശവും പുറപ്പെടുന്നു എന്ന് ദൈവവചനം പറഞ്ഞിട്ടും ഈ ഉപദേശം കൈക്കൊള്ളാത്തവരെ ഈ യെരൂശലേമിന്റെ മതിലുകൾ നിങ്ങൾക്ക് സാക്ഷിയാ. നിങ്ങളെ ഒരു ദിവസം കർത്താവ് ന്യായവിധിയുടെ മുമ്പിൽ നിർത്തി ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. നിനക്ക് ദൈവത്തെ പേടിയില്ല, നിനക്ക് സാത്താനെ പേടിയാണ്. നീ ദൈവത്തെ പറ്റിക്കും, നീ സാത്താന്റെ മുമ്പിൽ ഓച്ചാനിച്ച് നിൽക്കും. നിനക്ക് സാത്താനെ പറയാൻ പേടിയാ, പക്ഷെ നീ ദൈവത്തെ അവനെന്നും ഇവനെന്നും മറ്റവനെന്നൊക്കെ നീ ദൈവത്തെ വിളിക്കും. നിന്റെ പുട്ടിന്, നിന്റെ വയറ്റുപിഴപ്പിന്. മനസ്സിലായോ? ബാബുരാജ്, എന്തോന്ന് റീന ഇത്? നിന്നെപ്പോലുള്ള ഊളകൾക്കുള്ള ഉപദേശമായത്. പറഞ്ഞ മനസ്സിലായോ? എന്തോന്ന് റീന ഇതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിന്നെപ്പോലുള്ള ഊളകൾക്കുള്ള ഉപദേശമാണ്. കേട്ടിട്ട് നിനക്കൊന്നും മനസ്സിലായില്ലേ? നിന്നെപ്പോലുള്ള ഊളകൾക്ക് പറയുന്ന ഉപദേശമാണ് ഇത്. അന്ത്യകാലമട്ടമാ. സാത്താൻ ഇറങ്ങി നിന്ന് നടമാടിക്കൊണ്ടിരിക്കുകയാണ്. ഇനി സംഭവിക്കാൻ പോകുന്നത് ഇപ്പോൾ നിങ്ങൾ പറയുന്നുണ്ടല്ലോ, അമേരിക്ക ഇസ്രായേലിന് സപ്പോർട്ട് നിൽക്കുന്നു, ഇസ്രായേലിന് കൂട്ടു നിൽക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഇതേ അമേരിക്ക കാലുവാരാൻ പോകുകയാണ്. ഇതേ അമേരിക്ക ഇസ്രായേലിനെ കാലുവാരാൻ പോകുകയാണ്. ഇതൊക്കെ നിങ്ങളോട് എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കി തരണം പ്രിയ സഹോദരങ്ങളെ? ഞാൻ എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കി തരണം? നാളുകൾ എടുത്തിരിക്കുന്നു. സാത്താൻ ഇറങ്ങി നിന്ന് പ്രവർത്തിക്കാൻ പോകുക. മുറിവ് പുറത്തുപോയ മൃഗം എന്ന് പറഞ്ഞിട്ടാണ് വെളിപ്പാട് പുസ്തകം 13-ാം അധ്യായത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. മുറിവ് പുറത്തുപോയ മൃഗം. അവനിപ്പോ മുറിവ് ഏറ്റിരിക്കുകയാണ്. അവിടുന്നും ഇവിടുന്നും ഇസ്രായേലിന്റെ അടികൊണ്ട് മുറിവ് ഏറ്റുകിടക്കുന്ന മൃഗമാണ് ഇവൻ. ഒരു ദിവസം മുറിവ് പുറത്തു വരും.
ഈ അമേരിക്ക കാലുവാരും. കാരണം അമേരിക്ക ഇപ്പൊ എപ്പം നോക്കിയാലും നിങ്ങൾക്കറിയാം ഇസ്രായേൽ 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 എന്നുള്ളതാണ് ലോകരാജ്യങ്ങളിൽ മുഴുവനും മുഴങ്ങിക്കേൾക്കുന്ന ശബ്ദം. അമേരിക്കയുടെ പേര് ഇപ്പോൾ ഒരുത്തനും പറയുന്നില്ല. പണ്ട് നസറുള്ളയെ അടിക്കാൻ പോയപ്പോഴത്തേക്കും അമേരിക്കയോടൊന്നും ഇസ്രായേൽ പറയാനൊന്നും പോയില്ല, ഞങ്ങൾ നസറുള്ളയെ അടിക്കാൻ പോവുകയാണെന്ന് പറഞ്ഞിട്ട്. യുണൈറ്റഡ് നേഷനിൽ കയറി പ്രസംഗിക്കാൻ ചെന്നു. അവിടെ കയറി ചെന്നപ്പം അവിടെ ഇരുന്നവന്മാരെല്ലാം ഇറങ്ങി ഓടി ബെഞ്ചമിൻ നെതന്യാഹുവിനെ കണ്ടപ്പോഴത്തേക്കും. ബെഞ്ചമിൻ നെതന്യാഹു യുണൈറ്റഡ് നേഷൻസിൽ പ്രസംഗിച്ചിട്ട് പുറത്തേക്ക് ഇറങ്ങിയ സമയത്ത് വിളിച്ചു പറഞ്ഞു നസറുള്ളയെ തട്ടിയേരെ എന്ന് പറഞ്ഞിട്ട്. അതേ സമയത്ത് അമേരിക്കയോട് പറഞ്ഞു നസറുള്ളയുടെ കാറ്റിനോട് തീരുമെന്ന് പറഞ്ഞു. അപ്പം ആ സെക്കൻഡിൽ നസറുള്ളയെ അടിക്കുന്നതിന്റെ 2 മിനിറ്റ് മുമ്പാണ് അമേരിക്കയ്ക്ക് പോലും ഇൻഫർമേഷൻ ഇസ്രായേൽ കൊടുത്തത്. അതുകൊണ്ട് ഇസ്രായേലിനോട് കേന്ദ്രീകരി കിടക്കുക അമേരിക്ക. പുറമേ നിന്ന് ചിരിച്ചു കാണിക്കുന്നുണ്ടെങ്കിലും അവന്റെ പേരും പ്രശസ്തിയും നഷ്ടപ്പെട്ടു പോകുമോ എന്നുള്ള ഭയത്തില് ഏതു നേരവും ഒറ്റാൻ വേണ്ടി കാത്തിരിക്കുകയാണ് അമേരിക്ക എന്ന് പറയുന്നത്. നിങ്ങൾ വിചാരിക്കുന്നത് പോലെ ഇതൊന്നും ഒരു വിലയ്ക്കും പോകുന്ന വിഷയങ്ങളൊന്നും അല്ല പ്രിയ സഹോദരങ്ങളെ. ഒരുക്കത്തോടും ബലത്തോടും ശക്തി ആർജിക്കുവാൻ പറ്റുന്നവന്മാരെല്ലാം ഒന്നെന്ത് ചെയ്യുക, ഉണർന്ന് ജാഗരിക്കുക. മനസ്സിലായോ? മനസ്സിലായോ? നിങ്ങൾക്ക് ബുദ്ധിയുള്ളവര് ഉണർന്ന് ജാഗരിക്കുക. നാളുകൾ അടുത്തിരിക്കുകയാണ്. നിങ്ങൾക്ക് ഈ അന്ത്യകാലഘട്ടത്തിൽ ലൈവായി നിന്നുകൊണ്ട് കർത്താവ് കാല് ചവിട്ടാൻ പോകുന്ന ഒലിവുമലയുടെ അടുക്കൽ നിന്നുകൊണ്ട് ഞാനിതൊക്കെ വിളിച്ചു പറയണമെന്നുണ്ടെങ്കിൽ റീനയ്ക്ക് ചുമ്മാ വല്ല കുഴപ്പമുണ്ടോ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഞാൻ ചോദിക്കുകയാണ്. എടാ, ഞാൻ ഇന്നുവരെയും ഫേസ്ബുക്കിൽ നിന്നും യൂട്യൂബിൽ നിന്നും 1 രൂപ നിങ്ങളെ പ്രതി വരുമാനം വാങ്ങിച്ചിട്ടുള്ളവളല്ല. ഞാൻ അതിനുവേണ്ടി സംസാരിക്കുന്നവളുമല്ല. ഞാൻ എന്റെ ദൈവത്തോട് കൂറ് കാണിക്കുന്നവളാ. എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ഒരു ദൗത്യമുണ്ട്. സത്യം ലോകത്തോട് വിളിച്ചറിയിക്കണമെന്നും ഈ അന്ത്യകാലം അടുത്തിരിക്കുന്നു. ദൈവവചനത്തെ വിറ്റ് കാശാക്കുന്നവന്മാരുടെ ഇടയിൽ നിന്നുകൊണ്ട് അതേ ദൈവവചനം നടന്നും പോയും വന്ന വഴിത്താരകളിൽ ഇരുന്നു കൊണ്ട് അതേ സ്ഥലം നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ട് ഞാൻ ദൈവത്തിന്റെ വചനത്തെ നിങ്ങളുടെ മുമ്പിൽ എത്തിക്കുന്നുണ്ടെങ്കിൽ അതിനൊരു പദ്ധതി ഉള്ളത് കൊണ്ട് മാത്രമാ. കേൾപ്പാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ. ഇത് അന്ത്യകാലഘട്ടമാണ്. നാളുകൾ അധികമില്ല പ്രിയ സഹോദരങ്ങളെ. മുറിവ് പുറത്തുപോയ മൃഗം അമേരിക്ക വഴിമാറിക്കൊടുക്കും. അമേരിക്ക ഇസ്രായേലിനെ ഒറ്റിക്കൊടുക്കുന്ന നാളുകൾ വരാൻ പോകുകയാണ്. ചെവിയുള്ളവൻ കേൾക്കട്ടെ. അമേരിക്ക ഇസ്രായേലിനെ ഒറ്റിക്കൊടുക്കുന്ന നാൾ വരാൻ പോകുകയാണ്. അമേരിക്ക ഒറ്റുന്ന സമയത്ത് ഇന്ന് ഇസ്രായേലിന്റെ ആയുധങ്ങൾ മുഴുവനും നിങ്ങൾ വിചാരിക്കുന്നത് പോലെ അമേരിക്ക ആയുധം ഇസ്രായേലിന് കൊടുക്കുന്നുണ്ടെന്നാണോ നിങ്ങളുടെ വിചാരം? ഇന്ത്യ ആയുധം കൊടുക്കുന്നുണ്ടെന്നാണോ നിങ്ങളുടെ വിചാരം? ഇന്ത്യയും അമേരിക്കയും ലണ്ടനും ഒക്കെ ഇസ്രായേലിനോട് ആയുധം കൊടുക്കുന്നുണ്ടെങ്കിൽ ഇസ്രായേലും രാജ്യങ്ങളുമായിട്ടുള്ള കരാറാണ്. ഈ ആയുധം ഉണ്ടാക്കുന്നത് ഇസ്രായേലാണ്. ഇന്ത്യക്കകത്ത് ആയുധം നിർമ്മിക്കുന്നത് ഇസ്രായേലാണ്. അമേരിക്കയ്ക്ക് ആയുധം നിർമ്മിച്ചു കൊടുക്കുന്നത് ഇസ്രായേലാണ്. പക്ഷെ അത് രഹസ്യ കരാറാണ്. ആയുധം ഇസ്രായേൽ നിർമ്മിച്ചു കൊടുക്കുമ്പോൾ 20% 20%, 10%, 15%, 20% ഇസ്രായേലിന് നിർബന്ധിതമായും ആയുധങ്ങൾ കൊടുത്തിരിക്കണം. ഇതൊരു കരാറിന്റെ ഭാഗമാണ്. അങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്, ആയുധങ്ങൾ കൈമാറ്റം ചെയ്യുന്നത് ഇന്ത്യ ആണെങ്കിലും അമേരിക്ക ആണെങ്കിലും. പക്ഷെ നാട്ടിലുള്ള വാർത്താ മാധ്യമങ്ങൾക്ക് വിവരം കെട്ടവന്മാർക്ക് ഇതിന്റെ സത്യാവസ്ഥയും നിജസ്ഥിതിയും അറിയാത്തത് കൊണ്ട് അങ്ങ് തള്ളി അങ്ങ് മറക്കി അമേരിക്ക ആയുധം കൊടുക്കുന്നു, ഇന്ത്യ ആയുധം കൊടുക്കുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. അതെല്ലാം ഇസ്രായേലിലെ ടെക്നോളജിയാണ്. മനസ്സിലായോ? അതെല്ലാം ഇസ്രായേലിന്റെ ടെക്നോളജിയാണ്. ഇസ്രായേലിന്റെ ടെക്നോളജിയെ അവിടെ വികസിപ്പിച്ചെടുക്കുന്നത് കൊണ്ടാണ് ആയുധം അവർ കൊടുക്കുന്നത്. ഇനി സംഭവിക്കാൻ പോകുന്നത് ഈ കരാർ ലംഘിക്കുന്ന നാളുകൾ വരാൻ പോകുകയാ. അമേരിക്ക തന്റെ കരാറുകൾ ലംഘിക്കും. ഈ ആയുധങ്ങൾ 20% കൊടുക്കണമെന്ന് പറയുന്ന ആയുധങ്ങൾ കൊടുക്കാതെ വരുന്ന നാളുകൾ വരും. ഇസ്രായേലിന് ആയുധങ്ങളുടെ ഷോർട്ടേജ് വരും. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് അറബ് രാജ്യങ്ങൾ വീണ്ടും ഒന്നിക്കും. മുറിവ് പുറത്തുപോയ മൃഗം അവൻ എണ്ണീറ്റു വരുന്ന നാളുകൾ വരാൻ പോകുകയാണ്. ആ സമയത്താണ് ഒലിവുമലയിൽ മഷിക കാലി ചവിട്ടാൻ പോകുന്നത്. ഇസ്രായേലിന്റെ പതനം പൂർത്തിയായി എന്ന് പറഞ്ഞുകൊണ്ട് ഇസ്രായേലിന്റെ ആയുധങ്ങൾ ക്ഷയിക്കുന്ന സമയത്ത് 1967 എന്താണോ സംഭവിച്ചത്, 1967 അറബ് രാജ്യങ്ങൾ കൂട്ടമായിരുന്നു കൊണ്ട് ഇസ്രായേലിനെ ആക്രമിക്കാൻ വരുന്ന സമയത്ത് ആയുധങ്ങളില്ലാത്ത ഇസ്രായേൽ അമേരിക്കയോട് ആയുധം ആവശ്യപ്പെട്ടു, ലണ്ടനോട് ആയുധം ആവശ്യപ്പെട്ടു. ലണ്ടനോട് ആയുധങ്ങളായി ആവശ്യപ്പെട്ടു, യൂറോപ്യൻ രാജ്യങ്ങളോട് ആയുധങ്ങൾ ആവശ്യപ്പെട്ടു. ഓർത്തനും കൊടുത്തില്ല. അവസാനം ഇസ്രായേലിലെ ഗോൾഡ മേയർ എന്ന് പറയുന്ന അവിടുത്തെ പ്രധാനമന്ത്രി അമേരിക്കയിൽ പോയി അമേരിക്കയിലുള്ള യഹൂദന്മാരിൽ നിന്നും $5 മില്യൺ 1967 $5 മില്യൺ ശേഖരിച്ചിട്ട്
ഇല്ലീഗലായിട്ട് ആയുധങ്ങൾ കൊണ്ടുവന്നാണ് ഇസ്രായേൽ യുദ്ധം നടത്തിയത്. പ്രിയ സഹോദരങ്ങളെ, അങ്ങനെ യുദ്ധം നടത്തുന്ന സമയത്ത് ഇവിടെ പട്ടാളം കുറവാണ്, ആയുധം കുറവാണ്, ടാങ്കറുകൾ കുറവാണ്, വിമാനം കുറവാണ്, എല്ലാം കുറവാണ്. അപ്പോൾ ഒന്നടങ്കം റേഡിയോകളിൽ സംപ്രേഷണം ചെയ്തു, ഇസ്രായേലിന്റെ പരിപാലകനായിരിക്കുന്ന അദോനായ് എന്ന് പറയുന്ന നിങ്ങളുടെ ദൈവത്തോട് ചെന്ന് സിനഗോഗുകളിൽ ചെന്ന് നിലവിളിക്കുവിൻ എന്നുള്ള ശബ്ദം കേട്ടിട്ട് എല്ലാവരും സിനഗോഗുകളിൽ ചെന്ന് അവരുടെ ദൈവത്തോട് കരയാൻ തുടങ്ങി. അങ്ങനെയാണ് ഞാനാകുന്നു നിന്റെ പരിചയം എന്ന് പറഞ്ഞ ഇസ്രായേലിന്റെ യൂത്ത് ഹേ വൗഹേ എന്ന് പറയുന്ന അദോനായ് എന്ന് പറയുന്ന ദൈവമാണ് 1967 യെരുശലേമിനെ ഇസ്രായേലിന് മടക്കിക്കൊടുത്തത്. സഖറിയാ പ്രവചനം 8-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്ന പ്രവചനത്തിന്റെ നിവൃത്തിയാണത്. സഖറിയാ പ്രവചനം 8-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്ന പ്രവചനത്തെ നിവർത്തി. എന്റെ ജനത്തിൽ ശേഷിപ്പുള്ളവരെ ഞാൻ യെരുശലേമിലേക്ക് മടക്കിക്കൊണ്ടുവന്ന് അവർക്ക് വാഗ്ദത്തം ചെയ്ത യെരുശലേമിനെ ഞാൻ അവർക്ക് മടക്കിക്കൊടുക്കും. അവർ തൊടുന്നതെല്ലാം അനുഗ്രഹിക്കപ്പെടും. അവർ കൈവയ്ക്കുന്നതെല്ലാം മുള്ളും പറക്കാരെയും ഇനി അതിലുണ്ടാകത്തില്ല. അതിനകത്തിന് മുതൽ എന്ത് ചെയ്യും? മുന്തിരി വിള തരും, അത്തിവൃക്ഷങ്ങൾ ഫലം തരും എന്ന് വളരെ വ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കുന്ന വചന നിവൃത്തിയാണെന്ന് നടന്നത്. പ്രിയ സഹോദരങ്ങളെ, അല്ലാതെ നിങ്ങൾ കാണുന്നത് പോലെ യൂത്ത് ഹേ വൗഹേ എന്ന് പറയുന്ന അദോനായ് എന്ന സർവശക്തനായ ദൈവത്തിന്റെ കരം ഇസ്രായേലിന്റെ വചനത്തിന്റെ പ്രവചനത്തിന്റെ നിവൃത്തിയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അല്ലാതെ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ചുമ്മാ ഇവിടെ നടക്കുന്ന ഒരു യുദ്ധമല്ല. ഇത് ദൈവവചനത്തിന്റെ പ്രവചനത്തിന്റെ നിവൃത്തിയാണ്. ഇത് സംഭവിക്കേണ്ടതാകുന്നു, ഇനിയും സംഭവിക്കും. മുറിവ് പുറത്തുപോയ മൃഗം എഴുന്നേറ്റ് വന്നിട്ട് അവന്റെ ആധിപത്യം സ്ഥാപിക്കാൻ വേണ്ടിയിട്ട് അവൻ നോക്കുന്ന സമയത്ത് അമേരിക്ക എന്ന് പറയുന്ന രാജ്യം ഇസ്രായേലിനെ ഒറ്റിക്കൊടുക്കുന്ന നാളുകൾ വരാൻ പോകുകയാണ്. ആ സമയത്ത് ഇസ്രായേൽ വീണ്ടും തങ്ങളുടെ സർവശക്തനായ അദോനായ് എന്ന് പറയുന്ന യൂത്ത് ഹേ വൗഹേ എന്ന് പറയുന്ന ആ സർവശക്തന്റെ മുമ്പാകെ നിന്ന് അവർ മുറയിടുന്ന നാളുകൾ വീണ്ടും വരാൻ പോകുകയാണ്. ആ നാളുകളിലേക്കാണ് കർത്താവ് ഇവരെ കൊണ്ടുപോകുന്നത്. ഇസ്രായേൽ ഒരിക്കലും തോറ്റുപോകില്ല. അവരുടെ വിജയം മശികയുടെ വിജയത്തോടും വരവിനോടും കൂടെയായിരിക്കും. അവർ കാത്തിരിക്കുന്ന, അവർ ഇന്നും കാത്തിരിക്കുന്ന അവരുടെ മഷിയാഹ് യെശുവ എന്ന് പറഞ്ഞുകൊണ്ട് അന്ന് കർത്താവ് ഈ ഭൂമിയിൽ ജനനമെടുത്തു. അവരുടെ മഷിയാഹ് വന്നു എന്നവർ അറിഞ്ഞില്ല. അവരറിയാതെ പോയി എന്നുള്ളൊരു കുറ്റം മാത്രമേ അവരെ കുറിച്ചുള്ളൂ. പക്ഷേ പൗലോസ് അപ്പോസ്തലൻ പറയുന്നു, പരിജ്ഞാനപ്രകാരമല്ലെങ്കിലും ദൈവത്തെ സംബന്ധിച്ച് എരിവുള്ളവർ. പരിജ്ഞാനമില്ലാതെ പോയെന്നേ ഉള്ളൂ. പരിജ്ഞാനമില്ലാതെ പോയതൊരു കുറ്റമല്ല. പക്ഷെ ദൈവത്തെ സംബന്ധിച്ച് എരിവുള്ളവരാണവര്. എന്ത് പരിജ്ഞാനമാണില്ലാതെ പോയത്? അവർ കാത്തിരുന്ന, അവർക്ക് വേണ്ടി വന്ന അവരുടെ സർവശക്തനായ, അവർ കാത്തിരുന്ന് അവർക്ക് വേണ്ടി വന്ന് അവർക്ക് വേണ്ടി വന്ന, അവർക്ക് വേണ്ടി ഭൂമിയിൽ ജനിച്ച അവരുടെ മഷികായെ അവൾ തിരിച്ചറിഞ്ഞില്ല എന്നുള്ളൊരു പരിജ്ഞാനക്കുറവ് മാത്രമേ ഉള്ളൂ. പക്ഷേ അവർ അദോനായ് എന്ന് പറയുന്ന അവരുടെ ദൈവത്തെക്കുറിച്ചുള്ള അവരുടെ എരിവാണ്. ഇന്ന് റോഷ് ഹശനയാണ്. 3 ദിവസമായിട്ട് ഇസ്രായേൽ മക്കൾക്ക് അടുപ്പിച്ച് ഈ ഹഗ് നടക്കുകയാണ്. ഈ 3 ദിവസം അടുപ്പിച്ചും ഇസ്രായേൽ മക്കൾ എരിവോടുകൂടി അതിലേക്ക് അവർ പോകുന്നുണ്ടെങ്കിൽ അവർക്ക് അവരുടെ ദൈവത്തെക്കുറിച്ചുള്ള എരിവാണ്. അവരുടെ ദൈവത്തെ അവർ ഭയത്തോടുകൂടിയാണ് കാണുന്നത്. മനസ്സിലായോ? അവർ ക്രിസ്ത്യാനികൾ മുഴുവനും ദൈവത്തെ വിളിക്കുമ്പോൾ അവനെന്നും ഇവനെന്നും വിളിക്കും. പാർത്തിയാക്രീസിനെയും പൂത്തിയാക്രീസിനെയും എന്ന് പറയുന്ന തിരുമേനിമാരെ വിളിക്കുമ്പോൾ ക്രിസ്ത്യാനികൾ തിരുമേനി, തമ്പുരാൻ, പരിശുദ്ധ ബാബ, മറ്റേ ഓണാക്കത്തില് കോലിനിടയിൽ വെച്ച് വിളിക്കേണ്ട വിളി പരിശുദ്ധ ബാബ. ആ ചെറ്റന്റെ കൈ കിട്ടിയാലുണ്ടല്ലോ സെപ്റ്റിക് ടാങ്കിനകത്ത് മുക്കിയിട്ട് അവനെ, ആ കഴിവേറിയ ഞാൻ സെപ്റ്റിക് ടാങ്കിൽ മുക്കിയെടുക്കും പന്നലിനെ. പരിശുദ്ധ ബാവ, അവനുണ്ടാക്കിയ ബാവ ചേറ്റ. ക്രിസ്ത്യാനികൾ എന്ന് പറയുന്ന ഊളകൾക്ക് ദൈവത്തെ പേടിയില്ല, ദൈവത്തെ ഭയമില്ല. പിന്നെയോ അവൻ പരിശുദ്ധ ബാവയെയും അവൻ പുരോഹിതനെയും കാലിനിടയിൽ കിടക്കുന്ന പാച്ചറിനെയും പേടിച്ച് നടുങ്ങും. അവൻ പഠിപ്പിച്ചു കൊടുക്കുന്ന പഠിപ്പിക്കൽ കേട്ടാൽ മാത്രമേ ഉള്ളൂ അവർക്ക് ഭക്തി മുളയ്ക്കുന്നത്. അവൻ എന്ത് ഊളത്തരം പഠിപ്പിച്ചാലും അതിന്റെ പുറകെ കുഞ്ഞാടിനെ പോലെ ചാടി മുട്ടാടുകളെ പോലെ പുറകെ നടന്ന് ആമേൻ പറയുന്ന മരക്കഴുതകൾ, ശിഖണ്ഡികൾ. ദൈവത്തെ ഭയമില്ല. ദൈവത്തെ വിളിക്കുന്ന വിളി നീ എന്നും അവനെന്നും ഒക്കെ വിളിച്ചിട്ട്
അവൻ ബാബയെയും പുരോഹിതനെയും പാസ്റ്ററിനെയും വിളിക്കുമ്പം മാത്രം അദ്ദേഹം നമ്മുടെ അടുക്കിലേക്ക് വന്നിട്ടുണ്ട്, അദ്ദേഹം ഒരു അഭിഷക്തനാണ്, അദ്ദേഹം നമുക്ക് വേണ്ടി പ്രസംഗിക്കാൻ വന്നിരിക്കുകയാണ്. 150 അദ്ദേഹം വിട്ട് തള്ളിമറയ്ക്കും. നാക്കെടുത്ത് വെച്ച് പിഴുതെടുത്ത് വെട്ടിയെടുത്തേക്കണം ചെറ്റകളെ. ഏലിയ പ്രവാചകൻ, ബാലിന്റെ പ്രവാചകന്മാരുടെ കഴുത്തറ പോലെ ഈ ചെറ്റകളെ പച്ച മടൽ വെട്ടി അടിക്കണം. ഇതാണ് ചെയ്യേണ്ടത്. മനസ്സിലായോ? ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. ദൈവത്തെ പേടിയില്ലാത്തവന്മാർ, ഇസ്രായേൽ മക്കളെ നോക്കി പഠിക്ക് ജനമേ, ഇസ്രായേലിനെ നോക്കി പഠിക്ക്. അവരുടെ ദൈവത്തിന്റെ പേര് എടുക്കാൻ ഭയപ്പെടുകയാണ്. അദോനായ് എന്ന് പറയുമ്പോൾ പോലും പ്രാർത്ഥിക്കാൻ മാത്രമേ ആ നാമം അവരെടുത്ത് ഉപയോഗിക്കത്തുള്ളൂ. അവർ ദൈവത്തിന്റെ നാമം യൂഥേ വൗഹേ എന്നാകുന്നു. ആ നാമം പോലും പറയാൻ അവർക്ക് പേടിയാണ്. അവർ അവനെന്നും ഇവനെന്നും ഒന്നും അവർ വിളിക്കാറില്ല അവരുടെ ദൈവത്തെ. അത്രത്തോളം ഭയത്തോട് ദൈവസന്നിധിയിൽ പോയി ചെല്ലുന്ന ഒരു ജനമാണ് ഇസ്രായേൽ. അതുകൊണ്ടാണ് ദൈവം സ്വന്തം മക്കളല്ലേ അങ്ങനെ കാണിക്കൂ. വഴി കിടന്നവന്മാരും കൂറുകെട്ടവന്മാരെയും പിടിച്ച് സ്വന്തം മക്കളാകാനായിട്ട് ദൈവം എടുത്താൽ ഇങ്ങനെ ഇരിക്കും. മനസ്സിലായോ? ക്രിസ്ത്യാനി എന്ന് പറയുന്ന ഊളകള് എവിടെയോ കിടന്ന ജാതീയ വർഗത്തിൽപ്പെട്ടവന്മാരെ കൊണ്ടുവന്ന് നാട്ടൊലിവിനോട് ഒട്ടിക്കാമെന്ന് നോക്കിയാൽ നടക്കുന്ന കാര്യമാണോ? കാൽവരി ക്രൂശിൽ അങ്ങ് യാഗമായി തീർന്നപ്പോൾ ആ ഓസിന് കിട്ടിയ സന്തോഷം അങ്ങ് എടുത്തങ്ങ് വെച്ചിരിക്കുക. യഹൂദന്റെ ദൈവത്തെ അങ്ങ് കൂട്ടുപിടിച്ചിട്ട് പിന്നെ യഹൂദന്മാരെ അങ്ങ് കാലേവാരി അടിക്കാവുന്ന ക്രിസ്ത്യാനിയുടെ വിചാരം. മനസ്സിലായോ? യഹൂദന്റെ ദൈവത്തെ അങ്ങ് ക്രിസ്ത്യാനി അങ്ങ് കയ്യിലെടുക്കും. എന്നിട്ട് യഹൂദന്മാരുടെ കാലേവാരി അങ്ങ് അടിക്കുക. ദൈവത്തെ അവർ തള്ളിപ്പറഞ്ഞില്ലേ, അവർ ഈ കർത്താവിനെ അങ്ങ് തള്ളിപ്പറഞ്ഞില്ലേ, കർത്താവിനെ അങ്ങ് ക്രൂശി കയറ്റിയില്ലേ. അവർ കർത്താവിനെ ക്രൂശി കയറ്റുകയോ തള്ളിപ്പറയുകയോ അത് അവരുടെ ദൈവം. അവരുടെ ദൈവത്തോട് അവരെന്ത് ചെയ്യുന്നുള്ളത് അവരും ദൈവവും നോക്കിക്കോളും. നീ കടന്ന് കരയാതെ മെഴുകാതെ. നിന്റെ ദൈവമൊന്നും അല്ലല്ലോ, ഇസ്രായേലിന്റെ ദൈവത്തെ അല്ലേ നീ അങ്ങ് കടമെടുത്തിരിക്കുന്ന ക്രിസ്ത്യാനിയെ. യഹൂദന്മാരെ, യഹൂദന്റെ ദൈവത്തെ നീ കടമെടുത്ത് വെച്ചിരിക്കുകയല്ലേ. അപ്പോൾ ആ കടമെടുത്ത് വെച്ചിരിക്കുമ്പോൾ ഭയത്തോടുകൂടി ആ ദൈവത്തെ സേവിക്ക്. ആ ഭയത്തോടുകൂടി ആ ദൈവത്തിന്റെ സന്നിധിയിൽ നിൽക്ക്. നീ ദൈവത്തിന്റെ സന്നിധിയിൽ നിന്റെ ഭയത്തെ കാണീ ഊളകളെ. നീ സാത്താൻ കുഞ്ഞുങ്ങളുടെ മുമ്പിൽ പേടിക്കാതെ, സാത്താൻ പറയുന്ന കമന്റിന്റെ മുമ്പിൽ പേടിക്കാതെ. നീ മനസ്സിലായോ? നീ സാത്താൻ പറയുന്ന കമന്റിന്റെ മുമ്പിൽ പേടിക്കാതെ, നീ സാത്താന്റെ മുമ്പിൽ ഓച്ചാരിച്ച് നിൽക്കാതെ, സാത്താനെ കണ്ട് വിറങ്ങലിക്കാതെ അവനെ നീ തിരിച്ചു പറ. അവന്റെ മുമ്പിൽ പോരാടി നില്ല്. പിശാചിനോട് എതിർത്തു നിൽപ്പിൻ, എന്നാൽ അവൻ നിങ്ങളെ വിട്ട് ഓടിപ്പോകുമെന്നാ വചനം പറയുന്നത്. എതിർത്ത് നിൽക്കാതെ സാത്താൻ ഓടുവോ? ഇല്ലെങ്കിൽ സാത്താൻ ഓടുന്നില്ല എന്നുണ്ടെങ്കിൽ നീയും അവനും സഖ്യതയാ. നിങ്ങൾ രണ്ടുപേരും ഒരേ പാത്രത്തിൽ നിന്ന് ഉണ്ണാനിരിക്കുന്നവരാ. അതുകൊണ്ടാണ് ലെബനോൻ ഇന്ന് സുടുക്കളുടെ രാജ്യമായി മാറിയത്. ഇന്ന് അമേരിക്ക സുടുക്കളുടെ രാജ്യമായിക്കൊണ്ടിരിക്കുക, ഇംഗ്ലണ്ട് സുടുക്കളുടെ രാജ്യമായിക്കൊണ്ടിരിക്കുക. എന്തുകൊണ്ടാ? അവനും നീയും ഒരു പാത്രത്തിൽ ഇരുന്ന് ഉണ്ണുന്നത്. അവൻ കാണിക്കുന്ന എന്ത് തോന്നിയ മാസത്തെയും ഞാനെന്ന് പറഞ്ഞില്ലേ നാരായണ എന്നുള്ള മട്ടില് ഒന്നും പ്രതികരിക്കാതെ നീ അവന്റെ മുമ്പിൽ ഓച്ചാനിച്ച് നിൽക്കുന്നത് കൊണ്ടാ. മനസ്സിലായോ? അവന്റെ മുമ്പിൽ നീ ഓച്ചാനിച്ച് നിൽക്കുന്നത് കൊണ്ടാണ് ഇന്ന് നിങ്ങൾ സഖ്യതയായതും. അവൻ കുറേശ്ശെ ആധിപത്യം പിടിച്ചെടുക്കും. നിങ്ങൾക്കറിയില്ല ഇസ്ലാം മതത്തിന്റെ പ്രത്യേകത. ഇസ്ലാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ സമാധാനം നഷ്ടപ്പെട്ടത്. വെളിപ്പാട് പുസ്തകം 6-ാം അധ്യായത്തിൽ ദൈവവചനം പറയുന്നു, വെള്ളക്കുതിരപ്പുറത്ത് കയറി വരുന്ന ഒരുത്തനുണ്ട്, അവന്റെ കയ്യിലൊരു വാളുണ്ട്. അവൻ ഭൂമിയിൽ നിന്നും സമാധാനം എടുത്തു കളയേണ്ടതിന്, മനുഷ്യരെ അന്യോന്യം കൊല്ലിക്കേണ്ടതിനും അവൻ അധികാരം ലഭിച്ചു എന്ന് പറഞ്ഞുകൊണ്ട്. അതുകൊണ്ടാണ് AD 600 തൊട്ട് ഇന്ന് വരയ്ക്കും ഈ തള്ളാഹുവിന്റെ കൂട്ടങ്ങളെല്ലാം പൊട്ടിത്തെറിച്ച് ചാകുന്നതും മനുഷ്യരെ കൊന്നുമുടിക്കുന്നതും. അതുകൊണ്ടാണ് AD 600 തൊട്ടേ ഈ തള്ളാഹുവിന്റെ കൂട്ടരെല്ലാം ചാകുന്നതും. ബിജു ബേബി പുനലൂര്. എന്താടാ ബിജു ബേബി പുനലൂര്? നിന്റെ അമ്മയുടെ പേരാണോ ഇത്? പൂമോളെ എന്ന് പറയുന്നത് നിന്റെ അമ്മയുടെ പേരാണോടാ ബിജു ബേബി പുനലൂരെ? എടാ കഴിവേറി, നിന്റെ പ്രായത്തിനൊത്താണല്ലോടാ നീ സംസാരിക്കുന്നേ. എടാ പൂമോനെ, എടാ ബിജു ബേബി പുനലൂരെ, എടാ കഴിവേറിക്കുണ്ടായവനെ, നിന്റെ തള്ള പറവടിക്കുണ്ടാക്കി ഇട്ടതിന്റെ സോക്കേട് തീർക്കേണ്ടത് എന്റെ പേജിൽ വന്നിട്ടല്ല. ഞാൻ പറഞ്ഞ മനസ്സിലായോടാ? ബിജു ബേബി പുനലൂരിലുണ്ടായവനെ മനസ്സിലായോ? നിന്റെ അമ്മ പുനലൂർ മുഴുവനും ഓടി നടന്ന് നിന്നെ ഉണ്ടാക്കിയതുകൊണ്ടാണ് നിനക്ക് ബിജു ബേബി പുനലൂർ എന്ന് പേര് വന്നത്. തന്തയുടെ പേര് പുനലൂരായി പോയത് ഏത് തന്തയാ നിന്നെ ഉണ്ടാക്കാത്തതെന്നുള്ളത് നിനക്ക് അറിയാത്തത് കൊണ്ടാ. നീ വേഗം ചെന്ന് പുനലൂർ പോയിട്ട് എല്ലാവന്മാരുടെയും ബ്ലഡ് സാമ്പിൾ എടുത്തോണ്ടൊന്ന് പോ.
നിന്റെ തള്ള ഏതവൻ ഉണ്ടാക്കിയാ നിന്നെ ഇട്ടേന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ട്. പറഞ്ഞ മനസ്സിലായോ? എന്നാ ഓട് ബിജു ബേബി പുനലൂരെ. മനസ്സിലായോ? ഇപ്പൊ ഞാൻ മറുപടി കൊടുത്തപ്പം വിശുദ്ധ കുഞ്ഞാടുകൾക്കെല്ലാം നെട്ടലുണ്ടായോ? അയ്യോ റീന, എന്തിനാ ഇങ്ങനെ റീന മറുപടി കൊടുക്കുന്നത്? അയ്യോ, ദൈവവചനം പറയുന്ന റീനയാണോ ഇങ്ങനെ മറുപടി കൊടുക്കുന്നത്? ഇല്ല, മറുപടി കൊടുക്കണ്ട. ബിജു ബേബി പുനലൂറിനെ വീട്ടിൽ പിടിച്ചാൽ കയറ്റിയിരുത്ത്, അവനൊരു ഉമ്മയും കൊടുക്ക്. അവൻ പൂവും കായും ഒക്കെ ചോദിക്കുന്ന സമയത്ത് അവനെ പിടിച്ച് കെട്ടിപ്പിടിച്ച് വെച്ചിട്ട് ബാബി ബാബോ എന്ന് വിളിക്ക്. എന്നെ നേരിട്ട് അവനെ കിട്ടിയിരുന്നെങ്കിൽ അവന്റെ അണ്ടി ചവിട്ടി ഞാൻ പൊട്ടിച്ചേനെയായിരുന്നു. എന്നെ വിളിക്കാനായിട്ട് ഒരുത്തനും വളർന്നിട്ടില്ല. എന്റെ മുഖത്ത് നോക്കി ഞാൻ ഒരുത്തനും ഓച്ചാനിച്ച് ഒരുത്തനും ചെല്ലും ചെലവിലല്ലോ ഇരിക്കുന്നത്. ആണോ? ഇസ്രായേലിനെ കയറി ചൊറിയോണ്ട് പോകാൻ ഇസ്രായേൽ വല്ലവനും ചെല്ലും ചെലവിലാണോ ഇന്ന് തിന്നുന്നത്? ഇസ്രായേലിന്റെ പരിപാലകനായ ദൈവത്തിന്റെ കരതലിൽ ജീവിക്കുന്ന ജനത്തെ കണ്ടവൻ ഞോണ്ടിയാൽ കർത്താവ് കാലേവാരി അടിക്കും. അതാണ് കർത്താവിന്റെ പ്രത്യേകത. മനസ്സിലായോ? നിന്റെയൊക്കെ ജലീൽ അതോളി, നല്ല വിശ്വാസി, നല്ല ഭാഷ, നല്ല സംസ്കാരം. എന്തുവാണ് നല്ല സംസ്കാരം? നിന്റെ ഉമ്മാന്റെ ബൂറ് ചോദിക്കുമ്പോഴത്തേക്കും നിന്റെ ഉമ്മാന്റെ ബൂറ് എടുത്തുകൊണ്ട് പോയി സുഡാപ്പികൾക്ക് തുറന്നു വെച്ച് നീ കൊടുക്കുന്നതാണോ നിന്റെ സംസ്കാരം? ആണോടാ ഊളയ്ക്കുണ്ടായവനെ? അതോളി, നിന്റെ പേര് അതോളി. ഇതിന് വേറൊരു ഭാഷയിൽ ഇത് പറഞ്ഞാലുണ്ടല്ലോ, വേറൊരു ഭാഷയിൽ വരും. ജലീൽ അതോളി, മനസ്സിലായോ? തായിട്ട് പിന്നെ വിളിക്കേണ്ടി വരും ചിലപ്പോ ഞാൻ. ഓട് കണ്ടം വഴിക്ക് ചേറ്റേ. നീ ആരെ ഭാഷ പഠിപ്പിക്കാൻ വരുന്നു? സുടുക്കുഞ്ഞുങ്ങള് ജലീലെ, നീ ആരെ ഭാഷ പഠിപ്പിക്കാനാ വരുന്നത്? നീ ആരെ സംസ്കാരം പഠിപ്പിക്കാനാ നീ ഇങ്ങോട്ട് ഇറങ്ങിയിരിക്കുന്നത്? ചേറ്റയ്ക്കുണ്ടായവനെ, നീ കൂടുതൽ നിന്റെ ഭാഷയും സംസ്കാരം, നിന്റെ ഭാഷയും സംസ്കാരമൊക്കെ ഞങ്ങൾക്ക് അറിയാം. നിന്റെ തള്ളാകുവിന്റെ മമ്മദ് കാമഭ്രാന്തന്മാർ ഇതിനകത്ത് കയറി എന്തൊക്കെയാ കാട്ടിക്കൊണ്ട്. നിന്റെ മമ്മദ് കാമഭ്രാന്തൻ ആയിഷയെ 6 വയസ്സിൽ കയറി ഭോഗിച്ചതാണോടാ നിന്റെ സംസ്കാരം? എടാ കഴിവേറി ജലീലെ, നീ ആരെ സംസ്കാരം പഠിപ്പിക്കാൻ ഇങ്ങോട്ട് വന്നിരിക്കുന്നേ? എടാ അതിനുള്ള യോഗ്യത ഉള്ളവന്മാർ ഇറങ്ങിയാൽ മതി, അല്ലാത്തവന്മാരെ എൻ്റെ അടുത്ത് കയറി നോണ്ടാ ഇങ്ങോട്ട് വരണ്ട. മനസ്സിലായോ? 6 വയസ്സുകാരിയെ ബലാത്സംഗം ചെയ്തവന്റെ സംസ്കാരവും കൊണ്ട് പേറി തലയ്ക്കകത്ത് വെച്ച് ജീവിക്കുന്നവൻ ഇവിടെ കയറി അങ്ങ് മെഴുകാൻ ഇറങ്ങിയിരിക്കുക. 72 കൂറിമാരെ സ്വർഗത്തിൽ കൊടുത്ത് രാവും പകലും ഭോഗിച്ചോ എന്ന് പറഞ്ഞ് കാമാത്തിപ്പര ഉണ്ടാക്കിയിട്ടിരിക്കുന്ന തള്ളാഹുവിന്റെ കുഞ്ഞിന് ഇവിടെ സംസാരിക്കാനുള്ള യോഗ്യതയൊന്നുമില്ല. ഇറങ്ങിപ്പോ കഴിവേറി. മനസ്സിലായോ? നീ വിശ്വാസിയെ പഠിപ്പിക്കാൻ ഇങ്ങോട്ട് വരണ്ട. വിശ്വാസി എങ്ങനെ ഇരിക്കണമെന്ന് ഞാൻ പഠിപ്പിച്ചു തരാം. വേണമെങ്കിൽ കേട്ടാൽ മതി, ഇല്ലെങ്കിൽ പോ. നിന്നെ എന്തുവാ കുറെ ഊള ക്രിസ്ത്യാനികളായ അച്ഛന്മാരെയും പുരോഹിതന്മാരെയും കണ്ടു വളർന്ന നിനക്ക് ചോത്രം എന്ന് പറഞ്ഞിട്ട് വേണമെങ്കിൽ നിന്റെയൊക്കെ മുറിയേണ്ടി വേണമെങ്കിൽ താങ്ങിത്തരുമായിരിക്കും. എന്നെ കിട്ടില്ലടാ ഊളക്കുണ്ടായവന്മാരെ, നിന്റെ മുറിയണ്ടികൾ താങ്ങാനായിട്ട്. അരിഞ്ഞെടുത്തേ ഉമ്മയ്ക്ക് ഉപ്പിലിട്ട് കൊടുത്തു വിടും, വേറെ എത്രയും കാര്യമായിട്ട് ഇങ്ങോട്ട് വന്നാൽ. മനസ്സിലായോ? മോബിൻ ഷാ, നിന്നെ ഒരിക്കൽ ഞാൻ നല്ല വൃത്തിയോണം അടിച്ച് കണ്ടം വഴിക്ക് വിട്ടതാ. മനസ്സിലായോ? കൂടുതൽ നേരം ഇതിനകത്ത് നിൽക്കണ്ട. മക്കൾ പോ, വേറൊരു ഫേക്ക് ഐഡി ഉണ്ടാക്കിയിട്ട് പതുക്കെ വാ. അപ്പോഴത്തേക്ക് അടുത്ത ലൈവ് കാണണമെങ്കിൽ കേട്ടോ. മനസ്സിലായോ? വേറൊരു ഫേക്ക് ഐഡി ഉണ്ടാക്കിയിട്ട് ഇങ്ങോട്ട് വാ. അങ്ങ് എന്തുവാ തിരിച്ചു കൊടുക്കാൻ ഒരുത്തന്റെയും ഏത് ക്രിസ്ത്യാനികളെ നിങ്ങൾ ഒരുത്തന്റെയും മുമ്പിൽ ഓച്ചാനിച്ച് നിൽക്കരുത്. ഞാൻ നിങ്ങളോടാ പറയുന്നത്. ഓരോരുത്തനും നിങ്ങളെ കയറി ഒരു വാക്കുകൊണ്ട് പോലും അവന്റെ തോന്നിവാസം പറയാൻ നിങ്ങൾ അനുവദിച്ചു കൊടുക്കരുത്. അവന്റെ ഉപദേശവും നിങ്ങൾക്ക് ആവശ്യമില്ല, അവന്റെ തോന്നിവാസവും നിങ്ങൾക്ക് ആവശ്യമില്ല. നിങ്ങളായിരിക്കേ. അവനെ ഉപദേശിക്കാൻ വന്നു കഴിഞ്ഞാൽ അവനെ കാലേവാരി അങ്ങ് അടിച്ചങ്ങ് വിട്ടാൽ മതി. ഉപദേശിക്കാൻ വരുന്നവൻ ആദ്യം അവൻ നന്നാകട്ടെ, എന്നിട്ട് മതി അടുത്തവരെ ഉപദേശിക്കാനായിട്ട്. മനസ്സിലായോ? ബിജു ബേബി നന്നായി കേട്ടോ. ഇതാണ് ബിജു ബേബി. എല്ലാവരോടും കൈയെടുത്ത് നമസ്കാരം പറഞ്ഞ് നന്നായിട്ടുണ്ട്. അങ്ങനെ നന്നാക്.
വല്ലപ്പോൾ കൂടിയൊക്കെ നിനക്ക് കിട്ടേണ്ടതൊക്കെ നിനക്കൊക്കെ കിട്ടുമ്പോഴേ നീയൊക്കെ നന്നാകത്തുള്ളൂ. അല്ലെങ്കിൽ നിനക്കൊക്കെ ഒരു തോന്നലുണ്ടാകും, നിങ്ങളങ്ങ് കോന്തായത്തെ ആൾക്കാരാണ്, ബാക്കിയുള്ളവരെല്ലാം മോശക്കാരാണ്. അതുകൊണ്ട് ഫേസ്ബുക്കിൽ റീന ലൈവ് ചെയ്യുമ്പോൾ നമുക്ക് റീനയെ ഒന്ന് ചൊറിഞ്ഞേക്കാം എന്നൊരു തോന്നൽ വല്ലതും തോന്നുന്നുണ്ടോ? യെരുശലേമിലാടാ ഇവരും കെട്ടവന്മാരെ ഒന്നുമില്ലേലും ഈ മണ്ണിൻ്റെ ബലമെങ്കിലും എൻ്റെ സ്ഥിരകളിലൂടെ ഓടുന്നുണ്ട്. മനസ്സിലായോ? ഈ കാണുന്ന ഒലിവ് വൃക്ഷത്തില്ലേ, ഇത് കണ്ടോ? ദൈവവചനം പറഞ്ഞിരിക്കുന്നത് കാട്ടൊലിവിനെ നാട്ടൊലിവിനോടുകൂടി ഒട്ടിച്ചു വെച്ചു എന്ന് പറഞ്ഞിട്ടാ. എന്നെ ദൈവം യെരുശലേമിൽ കൊണ്ടുവന്ന് സാക്ഷാൽ ഒലിവ് കൊമ്പിനോട് ഒട്ടിച്ചു വെച്ചിരിക്കുക, സാക്ഷാൽ ഒലിവ് കൊമ്പിനോട്. അപ്പോൾ അതിന്റെ കൂറ് എനിക്ക് കിട്ടാണ്ടിരിക്കുമോ എന്ന് തോന്നുന്നുണ്ടോ നിങ്ങൾക്ക്? അല്ല, അറിയാണ്ട് ഞാൻ ചോദിക്കുക, നിങ്ങളുടെ ആരുടെയും സർട്ടിഫിക്കറ്റ് എനിക്ക് വേണ്ട. യെരുശലേമിൽ നിൽക്കുന്ന എനിക്ക് എന്തിനാ നിങ്ങളുടെ സർട്ടിഫിക്കറ്റ്? നിങ്ങൾ നാട്ടിൽ എനിക്ക് എന്നാ പേരുണ്ടാക്കി തരാനാ? നിങ്ങൾ എന്നാ പേരുണ്ടാക്കി തരാനാ? ഒന്നും നിങ്ങൾ ഉണ്ടാക്കി തരാൻ പോണില്ല. അതുകൊണ്ട് നിങ്ങളുടെ ആരുടെയും മുമ്പിൽ മാന്യതയായിട്ട് എനിക്ക് നിങ്ങളുടെ തെറിയും ആവാസരവും വൃത്തികേടും നിങ്ങളുടെ ഉപദേശവും കേട്ട് ജീവിക്കേണ്ട ആവശ്യം വരുന്നില്ല. എന്നോട് ഇങ്ങോട്ട് വരുന്നവനെ ഞാൻ തിരിച്ച്, കാരണം ഞാൻ ആരുടെയും ചെല്ലും ചെലവിലിരിക്കും. ഞാൻ സാക്ഷാൽ ഇവിടെ ജീവിക്കുന്നത് യഹൂദന്റെ ചെല്ലും ചെലവിലുവാ. മനസ്സിലായോ? യഹൂദന്റെ ചെല്ലും ചെലവിലും ജീവിക്കുന്ന ഞാൻ വന്ന് നിങ്ങളുടെ കോനായത്തിലെ സംസാരത്തിന് മുമ്പിൽ തലതാഴ്ത്തി തന്നാലുണ്ടല്ലോ, എന്നെ തന്നെ ഞാൻ അപമാനിക്കുന്നതിന് സമമാണ്. ഞാൻ തിന്നുന്ന ചോറിന് നന്ദിയില്ലാതെ പോകുന്നതെന്ന. അതുകൊണ്ട് നിങ്ങൾ ഷിബി രതീഷിന് ബിജു ബേബി പുനലൂര്. എന്താടാ പൂറ? നിന്റെ പേരെങ്ങനെയാണോ കൊടുത്തിരിക്കുന്നത്, പൂറാന്ന്? എടാ ബിജു ബേബി പുനലൂരേ, പുനലൂര് മുഴുവനും ഓടി നടന്ന് നിന്റെ അമ്മ ഓടി നടന്ന് നിന്നെ ഉണ്ടാക്കിയിട്ടതിന്റെ സൗക്കേടാണോ പൂറ? അവന്റെ പേര് പൂറാന്ന്. നല്ല പേരാണല്ലോ പൂറ. ബിജു ബേബി പുനലൂരിന്റെ പേര് കൊള്ളാം, പുതിയ പേര്. വീട്ടിൽ വിളിക്കുന്ന പേരാണോ നിന്നെ പൂറാന്ന് പറഞ്ഞിട്ട്? പോടാ 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 ഊളയ്ക്കുണ്ടായവനെ. പേജൊക്കെ കണ്ട് സംസാരിക്കാൻ പഠിയുടെ. ആരുടെ പേജിലാണെന്ന് നീ വന്ന് സംസാരിക്കുന്നത്? മനസ്സിലായോ? ചേറ്റേ, നിന്റെ സോക്കേട് പിടിച്ച വർത്തമാനമൊക്കെ ഇവിടെ കയറി വന്ന് ഇവിടെയുള്ളവരെ പെണ്ണുങ്ങളെ വിളിച്ചാലുണ്ടല്ലോ, പെണ്ണിനെയാണെങ്കിലും ആണിനെയാണെങ്കിലും, നേരാവണ്ണം നീ പിന്നെ പോകത്തില്ല ഇവിടുന്ന്. പറഞ്ഞ മനസ്സിലായോ? നേരാവണ്ണം നിനക്ക് പോകാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഇപ്പൊ തൽക്കാലം പുനലൂരിനകത്ത് നിൽക്കുന്ന നീ പുനലൂരിൽ തന്നെ നിൽക്ക്. പറഞ്ഞ മനസ്സിലായോ? നീ കൂടുതൽ നേരം നിന്ന് കരയാതെ. ഓരോ ആണും പെണ്ണും ശക്തി ആർജിച്ചോണം ഈ സമയത്ത്. ആരെയും പേടിക്കരുത്. ഈ വൃത്തികെട്ടവന്മാരുടെ സർട്ടിഫിക്കറ്റിന് വേണ്ടി നിങ്ങൾ തിരിച്ചു കൊടുക്കാൻ മടിക്കുകയും വേണ്ട. കൊടുക്കേണ്ട സമയത്ത് കാര്യമായിട്ട് കൊടുത്തേക്ക്. ജിബിൻ പരുമേല, പരിമല തിരുമേനിക്ക് കുണ്ടി കൊടുക്കുന്നവനാണോ നീ? കൊതം കൊടുത്ത് ജീവിക്കുന്നവനാണോ ജിബിൻ പരുമേല? പരിമല തിരുമേനിക്ക് കൊതം കൊടുത്ത് ജീവിക്കുന്ന ഗുണ്ടൻ വന്നിട്ടുണ്ട്, ജിബിൻ പരുമല. എന്താടാ, നിന്നെ കണ്ടാലേ അറിയാമല്ലോ ഗുണ്ടനാണെന്ന്, നീ കൊതം കൊടുത്ത് ജീവിക്കുന്നവനാണെന്ന്. എടാ നിന്റെ അമ്മ പടക്കമാണോ? പരിമല തിരുമേനിക്കും ഒക്കെ കൊതം കൊടുത്ത് ജീവിക്കുന്നവനാണോ? ഓ, അവന്റെ അമ്മ പരിമല തിരുമേനിക്ക് കൊതം കൊടുത്തുണ്ടായി തൂറിയിട്ട വകയിലുള്ളതാ ജിബിൻ. കേട്ടോ ജിബിൻ പരുമല, നിന്റെ അമ്മ പരിമല തിരുമേനിക്ക് കൊതം കൊടുത്ത് നിന്നെ തൂറിയിട്ടുണ്ടാക്കിയതിന്റെ സോക്കേട് തീർക്കേണ്ടത് എന്റെ പേജിലല്ല. കൊതത്തിനകത്ത് ഇസ്രായേലില് അന്ന് ഇറാൻ ഇട്ട ഒരു മിസൈൽ ഇവിടെ കിടപ്പുണ്ട്. പറഞ്ഞു മനസ്സിലായോ? ഇറാൻ വിട്ട ഒരു മിസൈല് ഇവിടെ കിടപ്പുണ്ട്. ചിലപ്പോ പരിമല തിരുമേനിയുടെയും നിന്റെ അമ്മയുടെയും കൊതത്തിനകത്തോട്ട് ആ മിസൈലിന്റെ ബാക്കി കയറ്റി അങ്ങ് ആകാശത്ത് വിട്ട് അങ്ങ് പൊട്ടിക്കും, കൂടുതൽ നേരം ഇവിടെ കടന്നു കഴിഞ്ഞാ. കേട്ടാടാ ജിബിൻ പരിമല, അമ്മ പടക്കത്തിനോട് പറഞ്ഞു വെച്ചിരി വലിയൊരു പടക്കം റീന
പൊട്ടാതെ അവിടെ കിടക്കുന്നുണ്ട് ഇറാന്റെ ഒരു സാധനം, ആ പടക്കം. അത് അമ്മയുടെ ഗോതത്തിലിട്ട് പൊട്ടിക്കാൻ റീന പ്ലാൻ ചെയ്തിട്ടുണ്ട്. അമ്മ പടക്കം ഒന്ന് അടങ്ങിയിരിന്ന് പറഞ്ഞിട്ട് അമ്മ പടക്കത്തിനോട് പറഞ്ഞു വെക്കേ. ജിബിൻ പരിമല കേട്ടാണ് ജിബിൻ പരിമല എന്ന സ്ഥലം കാലിയാക്ക്. മനസ്സിലായോ? അയ്യാലപ്പനെ ആരാണ്ടപ്പനെ നമസ്തേ ശലോം ആം ഇസ്രായേൽ ഹായ് ഷബാത് ശലോം തോദാ. നമ്മുടെ സോൾജിയറാണ്, നമുക്ക് ഷബാത് ശലോം. ഓക്കെ. ജിബിൻ പരിമലയ്ക്ക് റീനയെ കണ്ടപ്പോൾ ഒരു ചോറിച്ചല്. അമ്മ പടക്കത്തെ ഒന്ന് പേര് വിളിച്ചൊന്ന് അഭിസംബോധന ചെയ്യണമെന്ന്. പരിമല തിരുമേനിയുടെ കൂടെ കൊതം കൊടുത്ത് ജിബിനെ ഉണ്ടാക്കിയിട്ടതിന്റെ ഒരു കുത്തല്, മനസ്സിലായോ? അപ്പം നമുക്കത് വിലപ്പ കൊടിയൊക്കെ തീർത്തു കൊടുക്കാമെന്നേ. ഓക്കെ. അപ്പൊ എന്തായാലും നല്ലൊരു ദിനം ആശംസിക്കുന്നു. ദയവേത് എൻ്റെ പേജിൽ വന്ന് അടി മേടിക്കല്ലേ, ഞാൻ നിങ്ങളോട് പറയുകയാണ്. കാരണം വീട്ടിലുള്ളവർക്കൊക്കെ വെറുതെ എന്തിനാ പേര് മേടിച്ചു കൊടുക്കുന്നത്? നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഒരുത്തി ലൈവിലിരിക്കുമ്പോഴത്തേക്കും നമുക്ക് ഒന്ന് ചൊറിയണമെന്നും കുത്തണമെന്നും പലതും പറയണമെന്നൊക്കെ? വീട്ടിലും കൂടി ഉണ്ട് കുത്താനും ചൊറിയാനും പറയാനും ഉള്ളവരെന്നൊക്കെ കൂടി ആലോചിച്ചിട്ട് വന്നാൽ മതി കേട്ടോ. അല്ല നിന്റെയൊക്കെ ചൊറിച്ചിൽ കേട്ടോണ്ടിരിക്കാനുള്ള ചരക്കല്ല റീന, മനസ്സിലായോ? റീനയെ ദൈവം യഹൂദിന് വേണ്ടി മാറ്റി വെച്ചിരിക്കുന്നതാ. അല്ല നാട്ടിലെ പന്നവന്മാരുടെ പോക്ക് ചരക്കല്ല. തോന്നുന്നതൊന്ന് പറഞ്ഞിട്ട് പോകാമെന്നുള്ള ധാരണ വല്ല ഉണ്ടെങ്കിൽ കേട്ടോ. ഒരു മിനിറ്റ് ഞാനൊന്ന് അപ്പോൾ യെരുശലേം നഗരം നിങ്ങൾക്ക് കാണാം. ഒരു മിനിറ്റ്. പൊന്നൂസ് ഇവിടുത്തെ ഇപ്പോഴത്തെ അവസ്ഥ യെസി എയ്തൻ ട്രാവൽസ്. റീന പുണ്യസ്ഥലത്ത് നിന്ന് റീന അതുപോലെ തന്നെ സംസാരിച്ചാൽ മതി. ജൂഡ് വിൽസൺ. അയ്യോ ഈ വിവരം കെട്ടവന്മാർക്ക് എങ്ങനെ ഞാൻ മറുപടി കൊടുക്കും? ഇറങ്ങിപ്പോടാ വിവരം കെട്ടവന്മാരെ. വല്ലപ്പോൾ കൂടിയൊക്കെ എൻ്റെ പേജിൽ കയറി വന്നിട്ട് ഡയലോഗ് ഇടാതെ. ജോഷി മാത്യു, നീ ഒന്ന് ഇനി മേലെ എൻ്റെ പേജിൽ വന്ന് ലൈവ് കാണാൻ വരണ്ട. നിനക്കൊന്നും ലൈവ് കാണാനുള്ള യോഗ്യത പോലും ഇല്ല എൻ്റെ പേജിൽ കയറി. ജൂഡ് വിൽസൺ.
ഇനി എൻ്റെ പേജിൽ ലൈവ് കാണാൻ വരണ്ട കേട്ടോ. ശിശുക്കൾക്ക് ശിഖണ്ഡികൾക്കും ഉള്ളതല്ല റീനയുടെ പേജ്. പ്രമോദ് സ്നൈർ എന്താടാ ഊളെ? സ്നെയറോ? എന്താന്ന് സ്നെയർ? തണ്ടിത്തരം പറയാതിരുന്ന നീ രക്ഷപ്പെട്ടു. മനസ്സിലായോ? സോറി. സുടുക്കുഞ്ഞുങ്ങളുടെ എന്താ പറയുക, ഹമാസ് കുഞ്ഞുങ്ങൾ കണ്ടോ? ഇസ്രായേൽ ഹായ് ഇസ്രായേൽ 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 ഹായ് ഇസ്രായേൽ ഇസ്രായേൽ. ഈ സന്ദീപ് ചേച്ചി നിങ്ങളാണ് ശരി. ഇവിടെ കേരളത്തിലുള്ള പല ശിഖണ്ഡികൾക്കും മറുപടി കൊടുക്കണ്ട പ്ലീസ്. എൻ്റെ പൊന്നു മോനെ, കൊടുക്കേണ്ടവന്മാർക്ക് കൊടുത്തിരിക്കണം മറുപടി. കാരണം അത് എനിക്ക് ഓരോരുത്തരെയും കണ്ട് പേടിച്ചിരിക്കേണ്ട കാര്യമൊന്നുമില്ല. ഞാൻ എന്തിനാണ് മറുപടി കൊടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ലൈവിൽ കയറി എന്നെ അങ്ങനെ വിളിക്കണമെന്നും എന്നെ പറയണമെന്നും ഒരുത്തിന് തൻ്റെ ഇടം തോന്നുന്നുണ്ടെങ്കിൽ അവൻ്റെ മൂടോടെ ഞാൻ അവനെ പിഴുതെടുത്ത് അറിയും എന്നെ വിളിക്കാനായിട്ട്. ഒരുത്തൻ്റെ ചെല്ലും ചിലവിനുമില്ലല്ലോ. നിങ്ങളുടെ വീട്ടിൽ കയറി വന്ന് നിങ്ങളെ വിളിക്കുമ്പം നിങ്ങൾ ഓച്ചാനിച്ച് കേട്ടോണ്ടിരുന്നോ, എനിക്ക് പ്രശ്നമൊന്നുമില്ല. പക്ഷെ എനിക്ക് ബുദ്ധിമുട്ടാണ്. അത് നിങ്ങൾക്ക് അസൗകര്യമായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ വളർന്നു വന്ന സാഹചര്യം നിങ്ങൾ എല്ലാവന്മാരുടെയും മുമ്പിൽ ഓച്ചാനിച്ച് നിൽക്കാൻ നിങ്ങളെ ശീലിപ്പിച്ചത് കൊണ്ടാണ്. അങ്ങനെ നിങ്ങളെ ശീലിപ്പിച്ച് നിങ്ങൾ തന്നെ തെണ്ടികളും തെമ്മാടിയും ആഫാസയും വൃത്തികെട്ടവന്മാരുമായവന്മാർക്ക് വളരാൻ അവസരം കൊടുത്തു. അതാണ് ഈ സമൂഹം ലോകത്തിൽ ചെയ്ത ഏറ്റവും വലിയ തെറ്റ്. നിങ്ങളുടെ മൗനമാണ് ഈ വൃത്തികെട്ടവന്മാർ വേരെടുത്ത് വളരുന്നത്. ഈ ഊളത്തരം എന്നെ പറഞ്ഞ് പഠിപ്പിക്കാൻ ദയവ് ചെയ്ത് വരല്ലേ. നിങ്ങൾ എന്നോട് സ്നേഹമുണ്ടെന്നൊക്കെ പറഞ്ഞ ഡയലോഗ് ഇട്ടിട്ട് എന്നെ ഇങ്ങോട്ട് പഠിപ്പിക്കാൻ വരരുത്. ഞാൻ അതും കൂടി പറഞ്ഞേക്കാം. പലവട്ടവും ഞാൻ പറഞ്ഞു കഴിഞ്ഞു. നിങ്ങളുടെ സ്നേഹമൊക്കെ നിങ്ങളുടെ കയ്യിലങ്ങ് വെച്ചാൽ മതി. എന്നെ ഉപദേശിച്ച് പഠിപ്പിക്കാൻ ഇങ്ങോട്ട് വരരുത്. അത് നിങ്ങളുടെ വീടുകളിൽ നിങ്ങളുടെ വീടുകളിൽ കയറി വന്ന് നിങ്ങളെ തെറി വിളിക്കുന്നവന്മാരോടും ആഭാസം പറയുന്നവന്മാരോടും നിങ്ങളുടെ അമ്മയെ ചോദിക്കുന്നവന്മാരോടൊക്കെ നിങ്ങൾ ഓച്ചാനിച്ച് തലകുനിച്ച് നിന്ന് കൊടുക്ക്. ഇപ്പം ഞാൻ വല്ല കുറ്റക്കാരിയാണോ? പക്ഷെ എന്നോട് സംസാരിക്കുന്നവന്മാരെ വിവരം പഠിപ്പിച്ചു വിടാൻ എനിക്കറിയാം. ഒരുത്തനും എന്നോട് സംസാരിച്ചാണെങ്കിലും എന്നോട് പ്രവർത്തിച്ചാണെങ്കിലും മടങ്ങിപ്പോകത്തില്ല. ഓക്കെ, തോതാ കർത്താവ് നടന്നുപോയ വഴിത്താരയാണ്. മനസ്സിലായോ? ഇസ്രായേൽ ഹായ്.
സുൽഫിക്കർ അലി മോളെ, അത് ഫേക്ക് ഐ ഡിയിൽ പേരിട്ടിട്ട് ഒരു ക്രിസ്ത്യാനിയാണത്. സുൽഫിക്കർ അലി എന്നുള്ള പേരിൽ ഇട്ടിരിക്കുന്നേ ഉള്ളൂ. ഈ വഴിയെന്ന് പറയുന്നത് കർത്താവ് നടന്നുപോയ വഴിയാണ്. ക്രൂശ് എടുത്തുകൊണ്ട് കർത്താവ് പോയ വഴിയാണ് കേട്ടോ. അതായത് കർത്താവ് നടന്നുപോയ വഴിത്താരകളാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത്രയും മനോഹരമായ പ്രമോദ് സ്നേയർ, അത് മുട്ടത്തോടിനകത്ത് പെൻസിൽ വെച്ചിട്ട് അടിയും മീശയും വരച്ച് വെച്ചിട്ട് കണ്ണാടിയും വെച്ച് ഫോട്ടോ എടുത്തിട്ടിരിക്കുകയാണ് പ്രമോദ് സ്നേയർ. ഇസ്രായേൽ ഹായ്. ജിബിൻ പരിമല, എന്തുവാടാ തന്തയുടെ കൂടെ പരിമല വെച്ചിരിക്കുന്നു? നിന്റെ അമ്മ പരിമല മുഴുവനും ഓടി നടന്നാണോ നിന്നെ ഗുണ്ടനടിച്ചുണ്ടാക്കിയേ? ജിബിൻ പരിമല, സാധാരണ എല്ലാവരും തന്തമാരുടെ പേരാണല്ലോ വയ്ക്കുന്നത്.